നമസ്കാരം. 1934 സഖാവ് വി.എസ്. അച്യുതാനന്ദൻ്റെ പോരാട്ടങ്ങളുടെ കഥ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചപ്പോൾ 7ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതൻ എന്ന ആ കുട്ടി ഒരു ജോലി എടുക്കാൻ നിർബന്ധിതനാവുകയാണ്. ജ്യേഷ്ഠന്റെ തയ്യക്കടയുടെ ഭാഗമായി മാറിയ അച്യുതാനന്ദൻ എന്നും ഒരു കാഴ്ച കാണും. പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളെ. ശരിക്കും രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പാടത്തേക്ക് ഇറങ്ങുന്ന ആ തൊഴിലാളികൾ സന്ധ്യയാകുന്നവരെ പാടത്ത് തന്നെയായിരിക്കും. അങ്ങനെ രക്തം വിയർപ്പാക്കി പണിയെടുക്കുന്ന ആ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആ വേതനം വളരെ വളരെ പരിമിതമാണ്. വേതനം കുറവാണ് എന്നതല്ല അച്യുതാനന്ദനെ ആ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന കാര്യം. ആ തൊഴിലാളികളോടുള്ള ഉടമകളുടെ പെരുമാറ്റമാണ്. ശരിക്കും അടിമകളെ കൈകാര്യം ചെയ്യുന്ന പോലെയാണ് ആ കാലഘട്ടത്തിൽ തൊഴിലാളികളെ കർഷകർ കൈകാര്യം ചെയ്തു. കർഷകർ എന്ന് വിളിക്കാൻ കഴിയില്ല അവരെ. കർഷക മുതലാളിമാരെന്നേ നമുക്ക് വിളിക്കാൻ പറ്റും. ആ പാടങ്ങളിൽ പണിയെടുക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിയ അച്യുതാനന്ദൻ സമയം കിട്ടുമ്പോഴൊക്കെ അവരോട് സംസാരിക്കും. ആ സംഭാഷണം പതുക്കെ പതുക്കെ ഒരു കൂട്ടായ്മയായി മാറുകയാണ്. അച്യുതാനന്ദൻ സംസാരിക്കുമ്പോൾ കേൾക്കാൻ ആ പാടത്ത് പണിയെടുക്കുന്ന ആളുകൾക്ക് ഒരു താല്പര്യം. ആ അച്യുതൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ഒരു തോന്നൽ. പതുക്കെ പതുക്കെ ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഈ സംഭവവികാസം അങ്ങനെ നടക്കുമ്പോൾ കോൺഗ്രസ് എല്ലാ സ്ഥലത്തും ആളുകളെ എൻറോൾ ചെയ്യിക്കുന്ന സമയമാണ്. 16ാം വയസ്സിൽ അങ്ങനെ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനായി ഈ കൊച്ചു അച്യുതൻ മാറി. അച്യുതൻ ആ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന കാഴ്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേര് വന്നു തുടങ്ങിയ സമയത്ത് അതിന്റെ സംഘാടകനായ പി കൃഷ്ണപിള്ള കണ്ടു. പി കൃഷ്ണപിള്ള അച്യുതാനന്ദനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിളിപ്പിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തികമായ അടിത്തറയും സാധ്യതകളും വരാനിരിക്കുന്ന ഭാവിയൊക്കെ വ്യക്തമായി ബോധ്യപ്പെടുത്തി. കോൺഗ്രസ് ഒരു ജനാധിപത്യ കക്ഷിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ തൊഴിലാളികളുടെ സർവാധിപത്യത്തിൽ ഊന്നൽ കൊടുക്കുന്ന ഒരു കക്ഷിയുമാണ്. അച്യുതാനന്ദന് ആ ആശയത്തോട് കൃഷ്ണപിള്ളയുടെ വാക്കുകളിലൂടെ ഒരു ആവേശമുണ്ടായി. അതിൽ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയ അച്യുതാനന്ദൻ കൃഷ്ണപിള്ള പറഞ്ഞ അനുസരിച്ച് കയർ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനത്തിലേക്ക് കടന്നു. അന്ന് അച്യുതാനന്ദന് ഏകദേശം 20 വയസ്സാണ് പ്രായം. മീശ മുളച്ചു തുടങ്ങിയിട്ടുള്ള ആ കൊച്ചു പയ്യൻസ് കയർ തൊഴിലാളികളെ അവരുടെ മുതലാളിമാർ ചൂഷണം ചെയ്യുന്ന ആ രംഗം വല്ലാത്ത സങ്കടത്തോടെയാണ് കണ്ടത്. ആ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന പ്രക്രിയയിലേക്ക് ആത്മാർത്ഥമായി ഇഴുകിച്ചേർന്ന അച്യുതാനന്ദൻ ശരിക്കും തൊഴിലാളികൾക്ക് കൂലി കൂടുതൽ കിട്ടാനും അവരുടെ ജോലി സമയം ക്രമപ്പെടുത്താനുമുള്ള സമരങ്ങളുടെ ഭാഗമായി കൂടി അങ്ങ് മാറുകയാണ്. തിളയ്ക്കുന്ന യൗവനത്തിന്റെ എല്ലാ പ്രസക്തിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അച്യുതാനന്ദൻ ആ തൊഴിലാളികളെ സംഘടിപ്പിച്ച് വരുമ്പോഴാണ് കേരളത്തിൽ അനവധി സംഭവങ്ങൾ പൊട്ടിമുളയ്ക്കുന്നത്. സ്വതന്ത്ര ഭാരതവും സ്വതന്ത്ര പാകിസ്ഥാനും രൂപീകരിക്കാനായി ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നാട്ടുരാജ്യങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായി നിൽക്കാമെന്ന് അന്നത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഒരു ചാൻസ് കണ്ട തിരുവിതാംകൂറിലെ രാജാവ് രാമവർമ്മയും അദ്ദേഹത്തിന്റെ ദിവാൻ സർ സി.പി. രാമസ്വാമി അയ്യരും സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന ആശയത്തെ പതുക്കെ പ്രചരിപ്പിച്ചു തുടങ്ങി. സ്വന്തമായി തിരുവിതാംകൂർ എന്ന ലേബലിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അമേരിക്ക പോലെ ശക്തമായ ഒരു രാജ്യമായി നമ്മൾ വളരുമെന്നാണ് രാജാവ് രാമവർമ്മയും ദിവാൻ സി.പി.യും ആളുകളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും സ്വതന്ത്ര ഭാരതം സ്വപ്നം കാണുന്ന ആളുകൾക്ക് അതൊരു വല്ലാത്ത ഷോക്കായി മാറി. എല്ലാ സ്ഥലത്തും ആ ആശയത്തിനെതിരായ ഒരു വൻ പ്രചാരമുണ്ടായി. സ്വാഭാവികമായിട്ടും രാജാവിന്റെ മുന്നണി പോരാളിയായ ദിവാൻ അദ്ദേഹത്തോടൊപ്പമുള്ള സേനയെ ഉപയോഗിച്ച് ഈ സമരങ്ങളെ അടിച്ചമർത്താൻ തുടങ്ങി. ആ സമരങ്ങളെ അടിച്ചമർത്താനായി പല സ്ഥലത്തും സൈനിക ക്യാമ്പുകളും ആരംഭിച്ചു. ആലപ്പുഴയുടെ അറ്റം വരെ അന്ന് തിരുവിതാംകൂറിന്റെ ഭാഗമാണ്. അവിടെയൊക്കെ ക്യാമ്പുകൾ സ്ഥാപിച്ച സി.പി. രാമസ്വാമി അയ്യർ സമരത്തെ എന്ത് വില കൊടുത്തും അടിച്ചമർത്തുമെന്ന് തീരുമാനിക്കുമ്പോൾ സമരത്തിന്റെ ഭാഗമായ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ആ സമരം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ സമയത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആളുകൾ കയർ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയായിരുന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതനെ ഈ സമരത്തിലേക്ക് വലിച്ചുകൊണ്ടുവരുന്നത്. ആളുകളെ സംഘടിപ്പിക്കാനും അവരെ ആവേശഭരിതരാക്കാനുമുള്ള വി.എസ്. അച്യുതാനന്ദന്റെ അനിഷേധ്യമായ ആ നൈപുണി തിരിച്ചറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദിവാന്റെ അമേരിക്കൻ മോഡൽ സംവിധാനത്തിനെതിരായി രൂപം കൊണ്ടിരിക്കുന്ന ആ സമരത്തിൽ അച്യുതാനന്ദൻ ഭാഗഭാക്കാക്കണമെന്ന് തീരുമാനിച്ച അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ വിളിപ്പിക്കുന്നത്. സി.പി. രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണക്രമത്തിനെതിരായി നാട്ടിലെമ്പാടും രൂപം കൊണ്ടിരിക്കുന്ന ആ സമരം സ്വാഭാവികമായിട്ടും ആലപ്പുഴയിലും ശക്തമായി നടക്കുകയാണ്. ആ സമരത്തിൽ ആളുകളെ സംഘടിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2-3 സ്ഥലത്ത് ക്യാമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്.
അതിൽ ഒരു ക്യാമ്പ് അവർ സ്ഥാപിച്ചത് ഈ വേലിക്കകത്ത് ശങ്കരൻ അച്യുതന്റെ വീട്ടിൽ തന്നെയാണ്. VS അച്യുതാനന്ദന്റെ വീട് അങ്ങനെ ഒരു ക്യാമ്പായി മാറി. ആ ക്യാമ്പിലുള്ള ആളുകൾക്ക് CP രാമസ്വാമി അയ്യർ കൊണ്ടുവരുന്ന ആ ഭരണം എന്ത് ദോഷമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വിവരിച്ചു കൊടുക്കുന്ന അച്യുതാനന്ദനും ടീമും അവരെ സംഘടിപ്പിക്കുകയാണ്. അതിശക്തമായി CPയുടെ സേനയോട് പ്രതികരിക്കാനാണ് അവരെ യഥാർത്ഥത്തിൽ അവർ പരിശീലിപ്പിക്കുന്നത്. അവരെ അതിനെ പരിശീലിപ്പിക്കാനായി അനവധി വിമുക്ത ഭടന്മാരുമുണ്ട്. വിമുക്ത ഭടന്മാർ പട്ടാളക്കാർ എതിരിടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ തിരിച്ച് എതിരിടേണ്ടെന്ന് പഠിപ്പിക്കുകയാണ്. അതിനുവേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കുകയാണ്. കവുങ്ങൊക്കെ ചെത്തിക്കൊണ്ടുവന്ന് ചെത്തി മിനുക്കി അറ്റം കൂർപ്പിച്ച് കുന്തങ്ങൾ പോലെ ആക്കി വാരിക്കുന്തമാക്കുന്ന ഒരു പരിപാടി. അതുപോലെ കത്തിയും വടിയും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ പോലീസുകാരെയും പട്ടാളത്തെ നേരിടാമെന്ന് ആ വിമുക്ത ഭടന്മാർ ആളുകളെ പഠിപ്പിക്കുകയാണ്. ഈ സമയത്ത് അനവധി മീറ്റിംഗിൽ അച്യുതാനന്ദൻ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിലൊരു മീറ്റിംഗ് ആണ് ആലിശ്ശേരി മൈതാനത്ത് നടന്നത്. ഒരു വൻ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. CP രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരായിട്ട് അതിശക്തമായ ഒരു പ്രസംഗം തന്നെ അച്യുതാനന്ദൻ ആ മീറ്റിംഗിൽ നടത്തി. ഈ സമയമായപ്പോൾ അച്യുതാനന്ദന് ശ്രോതാക്കളെ തൻ്റെ സംഭാഷണത്തോട് കൂട്ടുനിർത്താൻ കഴിയുന്ന അമാനുഷികമായ ഒരു ശേഷി ഉണ്ടായിട്ടുണ്ട്. തൻ്റെ ബോഡി ഒരു വല്ലാത്ത ശൈലിയിൽ വളച്ചും ഒടിച്ചും ചരിച്ചും പൊട്ടിച്ചിരിപ്പിച്ചും ഒക്കെ സംസാരിക്കുന്ന അച്യുതാനന്ദനെ കാണാൻ ആളുകൾ ഒഴുകിയെത്തി തുടങ്ങിയിരിക്കുകയാണ്. ഒരു സ്റ്റാർ പ്രാസംഗികന്റെ രൂപവും ഭാവവും ആ സമയത്ത് അച്യുതാനന്ദനുണ്ട്. ആ പ്രാസംഗികന്റെ പ്രസംഗം കേട്ട് ശരിക്കും ആളുകൾ വല്ലാത്തൊരു ആവേശത്തോടെ നിൽക്കുമ്പോഴേക്കും പോലീസ് സ്ഥലത്തെത്തി. പ്രസംഗം കഴിഞ്ഞ ഉടൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിശ്ചിതനായ നേതാവ് സുഗതനെ പോലീസ് പൊക്കി. ഈ സമയത്ത് ശ്രീകണ്ഠൻ നായരും അച്യുതാനന്ദനും ഉൾപ്പെടെയുള്ള ആളുകളെ മറ്റ് നേതാക്കൾ ചേർന്ന് അവിടെ നിന്ന് ഒളിപ്പിച്ചു. ഈ വിഷയത്തിന് സമാന്തരമായിട്ട് ഒരു കാര്യം കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്ലാൻ ചെയ്യുകയാണ്. തുലാം 7-ന് തിരുവിതാംകൂർ രാജാവ് രാമവർമ്മയുടെ ജന്മദിനമാണ്. ചിത്തിര തിരുനാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ രാജാവിന്റെ ജന്മദിനം എല്ലാ സ്ഥാപനങ്ങളിലും വളരെ വിപുലമായി ആഘോഷിക്കും. രാജാവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഗീതം തന്നെ അന്ന് സ്കൂളുകളിൽ പാടുമായിരുന്നു. അത് വലിയ ആവേശത്തോടുകൂടിയാണ് സ്കൂളുകൾ പാടിപ്പിക്കുക. ആ പരിപാടി, ഒരാളെ സ്തുതിച്ചുകൊണ്ടുള്ള ആ പാട്ട്, അതൊന്നും ശരിയായ ജനാധിപത്യ ക്രമത്തിൽ അനുവദനീയമല്ല എന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസിനോ ഒരു സംശയവുമില്ല. പക്ഷേ കോൺഗ്രസിനേക്കാളേറെ അവിടെ അതിശക്തമായി പ്രതികരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല. അവരുടെ ആ ടീം ആ ജൂലൈ 7-ന് അതിശക്തമായിട്ട് തന്നെ CP രാമസ്വാമി അയ്യരുടെ പ്രവർത്തനങ്ങൾക്കെതിരായി പ്രതികരിക്കാൻ തിരഞ്ഞെടുത്തത് പുന്നപ്ര ഉള്ള പോലീസ് സ്റ്റേഷനാണ്. അവിടെ ആ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ഈ CP രാമസ്വാമി അയ്യരുടെയും അദ്ദേഹത്തിന്റെ രാജാവ് രാമവർമ്മയുടെയും കിരാത ഭരണത്തിനെതിരെ പ്രതികരിക്കുക. അതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ടാർഗറ്റ്. അതിനുവേണ്ടി ഒരു ജാഥ അവർ സംഘടിപ്പിക്കുകയാണ്. ജാഥയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കയ്യിൽ കമുകൊണ്ടുണ്ടാക്കിയ കുന്തങ്ങളുണ്ട്. ശരിക്കും നല്ല ചീകി വൃത്തിയാക്കി മുന കുറിപ്പിച്ചിരിക്കുന്ന കുന്തങ്ങൾ, അല്ലെ വാരിക്കുന്തമെന്ന് നമുക്ക് വിളിക്കാം. അതുപോലെ അവരുടെ കയ്യിൽ വെട്ടുകത്തിയും അതുപോലെ ശരിക്കും നീളമുള്ള വടികളുമുണ്ട്. കുറുവടികളും വെട്ടുകത്തികളും അതുപോലെ ആ കുന്തങ്ങളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് വെടിവെക്കും. അങ്ങനെ വെടിവെക്കുന്ന സമയത്ത് ആ വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെടാനായി അവരെ പരിശീലിപ്പിച്ച വിമുക്ത ഭടന്മാർ അവരോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വെടിവെക്കാനുള്ള ഓർഡർ കേൾക്കുന്ന ആ നിമിഷത്തിൽ സകലരും തറയിലങ്ങ് കിടക്കണം. വെടിവെക്കുന്ന ആളുകൾ ഒരു നിശ്ചിത ഉയരത്തിലായിരിക്കും വെടിയുതിർക്കുക. തറയിൽ കിടക്കുന്ന ആ ഭടന്മാർക്ക് വെടിയേൽക്കാതെ മുന്നിലോട്ട് ഇഴയാൻ പറ്റും. അങ്ങനെ പഠിപ്പിച്ചിട്ടാണ് ആളുകളെ അവിടെ എത്തിച്ചത്. ആ ജാഥ അച്യുതാനന്ദന്റെ വീട്ടിൽ നിന്നും മറ്റ് 2 വീടുകളിൽ നിന്നുമായി പുന്നപ്ര ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ VSന്റെ അടുത്തേക്ക് എത്തിയ ചില സുഹൃത്തുക്കൾ VSനോട് ഒരു കാര്യം പറഞ്ഞു. VS അച്യുതാനന്ദൻ തലേദിവസം നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ പോലീസിൽ നോട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. VSനെതിരെ അറസ്റ്റ് വാറണ്ട് ഉണ്ട്. ആ ജാഥ പുന്നപ്ര ആ സ്റ്റേഷനിലേക്ക് നീങ്ങുന്ന സമയത്ത് വഴിക്ക് വെച്ച് VS അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് ജാഥയെ പ്രതികൂലമായി ബാധിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ VS അച്യുതാനന്ദനെ അവിടെ നിന്ന് ആലപ്പുഴയ്ക്ക് മാറ്റി. VS അച്യുതാനന്ദനും അതുപോലെ ഈ കേസിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ ആലപ്പുഴയിൽ ഒളിവ് സങ്കേതത്തിൽ കഴിയുന്ന അതേ സമയത്താണ് അവിടെ ആ പുന്നപ്രയിൽ നമ്മുടെ ഈ ജാഥ നയിച്ചെത്തിയ ആളുകൾ പോലീസിന്റെ മുന്നിൽ വന്ന് പെടുന്നത്. ഇൻസ്പെക്ടർ വേലായുധൻ നാടാരുടെ ഫയർ എന്നുള്ള ആ ഓർഡർ കിട്ടിയതും ആ സ്റ്റേഷന്റെ മുന്നിലേക്ക് പാഞ്ഞു വരികയായിരുന്ന ആ വാരിക്കുന്തം പിടിച്ച് വടി പിടിച്ച് കത്തി പിടിച്ച് ആളുകൾക്ക് നേരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഫയറിംഗ് ഉണ്ടായി. ഒരു കുടുംബത്തിലെ ഒരു അമ്മയുടെ 7 മക്കള് ആ ജാഥയുടെ മുന്നിലുണ്ടായിരുന്നു. അവർക്ക് നേരെയാണ് ആദ്യം വെടിവെപ്പുണ്ടായത്. ആ 7 പേരും വെടിയേറ്റ് താഴെ വീണു. 12 ആളുകളാണ് സ്പോട്ടിൽ കൊല്ലപ്പെട്ടത്. ആ ആളുകൾ താഴേക്ക് വീണിട്ടും പതറാത്ത ആ ഭടന്മാർ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. കയ്യിലുള്ള വാരിക്കുന്തങ്ങളും വടികളും
അതുപോലെ വെട്ടുകത്തികൾ ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ അവരും നേരിട്ടു. ശരിക്കും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആ ശൈലിയിൽ ഒരു തിരിച്ചടി ദിവാന്റെ ടീമിന് കിട്ടുന്നത്. അതിശക്തമായ തിരിച്ചടിയിൽ അനവധി പോലീസുകാർ കൊല്ലപ്പെട്ടു. ഈ സംഭവവികാസം സ്വാഭാവികമായിട്ട് തിരുവനന്തപുരത്ത് സർ CP രാമസ്വാമി അയ്യരും രാജാവ് രാമവർമ്മയെ അറിഞ്ഞു. അവരുടെ ഭരണത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റമായി അതിനെ കണ്ടുകൊണ്ട് മുഴുവൻ സേനയും ആ മേഖലയിലേക്ക് വിന്യസിച്ചു. പിന്നീട് നടന്നത് സമാനതകളില്ലാത്ത ഒരു വേട്ടയാണ്. ആ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ പങ്കെടുത്ത ആളുകളുടെ വീടുകൾ തേടി പിടിച്ച് ആ വീട്ടുകാരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്ന ഒരു കിരാതമായ വേട്ട തന്നെ CPയുടെ ആ സേന അവിടെ നടത്തി. ഇതിനിടയിൽ VS അച്യുതാനന്ദനെ കൂട്ടരെയൊക്കെ പല സ്ഥലത്തേക്ക് ഒളിപ്പിച്ചിരുന്നു. VS പല സ്ഥലത്തും കറങ്ങി അവസാനം എത്തിയത് പൂഞ്ഞാറിലാണ്. പൂഞ്ഞാറിലായിരിക്കുമ്പോഴാണ് ഒക്ടോബർ മാസത്തിൽ VS അച്യുതാനന്ദൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട VS അച്യുതാനന്ദനെ കൊണ്ടുവന്നത് പാലാ സ്റ്റേഷനിലേക്കാണ്. പാലാ സ്റ്റേഷനിൽ കൊണ്ടുവന്ന ആ കൊച്ചു പയ്യന് അന്ന് പ്രായം 23 വയസ്സാണ്. 23 വയസ്സുള്ള അച്യുതാനന്ദന് നല്ല ഉറച്ച ശരീരമാണ്. അച്യുതാനന്ദനെ ലോക്കപ്പിൽ അടച്ച പോലീസ് അച്യുതാനന്ദന്റെ കാല് ആ ലോക്കപ്പിലെ അഴിയിലൂടെ പുറത്തേക്കിട്ട് ആ കാലുകൾ കൂട്ടിക്കെട്ടി. ശരിക്കും തന്റെ രണ്ട് കൈകളും ഉപയോഗിച്ച് ലോക്കപ്പിന്റെ തറയിൽ കുത്തു നിൽക്കുകയാണ് ആ സമയത്ത് VS. 23 വയസ്സ് മാത്രം പ്രായമുള്ള VS അച്യുതാനന്ദന്റെ കെട്ടിയിട്ടിരിക്കുന്ന ആ കാലുകളിലേക്ക് വടികൾ കൊണ്ട് ക്രൂരമായി തല്ലുകയായിരുന്നു തുടർന്ന് പോലീസുകാർ ചെയ്തത്. ക്രൂരമായി അവർ തല്ലുന്നതിനിടയിൽ ഒരു പോലീസുകാരൻ തോക്കിലെ ബയണറ്റ് ഊരി ആ ബയണറ്റ് കൊണ്ട് കാലിലേക്ക് ആഞ്ഞു കുത്തി. രണ്ട് കാലിന്റെയും ഒപ്പൂറ്റയും മാറി മാറി കുത്തിയ ആ പോലീസുകാരൻ ശരിക്കും അച്യുതാനന്ദൻ ബോധം കെടുവരെ അങ്ങനെ കുത്തിക്കൊണ്ടേയിരുന്നു. കുത്തുകൊണ്ട് ആ കാൽപാദത്തിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങിയിട്ടും നിർത്താതെ പോലീസുകാർ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു. ഒരു അനക്കവും ആ ചെറുപ്പക്കാരന് ഇല്ല എന്ന് മനസ്സിലായപ്പോൾ ആ ചെറുപ്പക്കാരൻ മരിച്ചു എന്ന ധാരണയിലേക്ക് ആ പോലീസ് എത്തുകയായിരുന്നു. പോലീസുകാര് VSനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ആ ശൈലിയിൽ അടിച്ചത്. ലോക്കപ്പ് മർദ്ദനം അവർക്കൊരു വിഷയമേ അല്ലല്ലോ. ലോക്കപ്പിൽ മരിച്ച ആ ചെറുപ്പക്കാരനെ കൊണ്ട് കളയാനായി അവരൊരു കള്ളന്റെ സഹായം തേടി. കള്ളനെയും VSനെയും ഒരേ ജീപ്പിൽ കയറ്റിയതിനു ശേഷം VSനെ ആ കള്ളന്റെ സഹായത്താൽ കാട്ടിലേക്ക് വലിച്ചെറിയുക എന്നുള്ളതായിരുന്നു അവരുടെ ടാർഗറ്റ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ കള്ളന് ഒരു സംശയം, ആ കൊച്ചു പയ്യന് അനക്കമുണ്ടോ എന്നൊരു സംശയം. അവനത് ആ ജീപ്പിലുള്ള പോലീസുകാരോട് സൂചിപ്പിച്ചപ്പോൾ ആ കള്ളന്റെ നിർബന്ധ ബുദ്ധി കാരണം അവര് VSനെ പാലയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ VSനെ എത്തിക്കുമ്പോൾ മരണത്തിന് തൊട്ടടുത്ത് VS അച്യുതാനന്ദൻ എത്തിയിരുന്നു. ശരിക്കും അവിടെ ഒരു മിറാക്കിൾ സംഭവിക്കുകയായിരുന്നു. മരണത്തിന് കീഴ്പ്പെടാൻ താൻ സന്നദ്ധനല്ല എന്ന് തീരുമാനിച്ചുറച്ചിരുന്ന VS ജീവിതത്തിലേക്ക് സാവധാനം മടങ്ങി വന്നു. ഇതിനിടയിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വന്നു. സ്വാഭാവികമായിട്ട് കാലം അങ്ങ് മാറി. സ്വാതന്ത്ര്യം കിട്ടി അധികം നാൾ കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരിക്കും കാതലായ ഒരു ചേഞ്ച് അവരുടെ നയ സമീപനത്തിൽ വരുത്തി. ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തയും ആ ശൈലിയും മാറ്റിയിട്ട് സ്വതന്ത്ര ഭാരതത്തിൽ ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വരുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരുന്നു. സ്വാഭാവികമായിട്ട് അണികളെ ജനാധിപത്യം എന്തെന്ന് പഠിപ്പിക്കാനുള്ള ചുമതലയിലേക്ക് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ കടക്കുകയാണ്. അതൊരു വലിയ ഉണർവ് തന്നെ കേരളത്തിൽ ഉണ്ടാക്കി. അങ്ങനെയാണ് 1957 ചുരുങ്ങിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും EMSന്റെ നേതൃത്വത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത്. ആ മന്ത്രിസഭയ്ക്ക് 5 വർഷം പൂർത്തീകരിക്കാനുള്ള അവസരം കിട്ടിയില്ല. അതിനിടയിൽ ആ മന്ത്രിസഭയ്ക്ക് ഒരുപാട് എതിർപ്പ് സമൂഹത്തിൽ പല മേഖലയിൽ നിന്നും ഉണ്ടായി. ആദ്യമായി ഭരണം കിട്ടിയപ്പോൾ ആ ഭരണം ഏത് ശൈലിയിലാണ് കൊണ്ടുപോകേണ്ടതിനെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല അറിവുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ആ സമയത്ത് തൊടാൻ പാടില്ലാത്ത പല കാര്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊട്ടപ്പോൾ അതുവരെ തങ്ങൾ കൈയടക്കിയിരുന്ന പലതും നഷ്ടപ്പെടുമെന്ന് ബോധ്യമുള്ള പലരും സംയുക്തമായി ഇടപെട്ടതിന്റെ ഫലമായി അവസാനം ആ മന്ത്രിസഭ വീണു. തുടർന്ന് നടന്ന ഇലക്ഷനിൽ കോൺഗ്രസ് മന്ത്രിസഭ അധികാരത്തിൽ വന്നു. ആ മന്ത്രിസഭ അങ്ങനെ പോകുമ്പോഴാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം ഉണ്ടായപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകെ പ്രതിസന്ധിയിലായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരിക്കും സാഹോദര്യത്തോടെ കണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. ആ ചൈനയാണ് ഇന്ത്യയെ ആക്രമിച്ചിരിക്കുന്നത്. ചൈന ചൈനയുടെ നിന്നും ഇന്ത്യയുടെ നിന്നും പറയുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു തർക്കമാണ് നടക്കുന്നതെന്നുള്ള EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കുപ്രസിദ്ധമായ പ്രസ്താവന ഉണ്ടാകുന്നത് ആ കാലഘട്ടത്തിലാണ്. ഈ സമയത്ത് ഈ വിഷയവുമായി ബന്ധിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളരെ വലിയൊരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്തു. ഭരിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് പാർട്ടിക്കൊപ്പം നിന്ന് രാജ്യത്തിനെ എതിർക്കുന്ന ആളുകൾക്ക് എതിരെ പോരാടണമെന്നുള്ള ഒരു ചിന്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ട്. അത് പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെല്ലാവരും കമ്മ്യൂണിസ്റ്റോടൊപ്പം നിൽക്കണമെന്ന് ചിന്തിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തായിരുന്നു VS അച്യുതാനന്ദൻ. സ്വാഭാവികമായിട്ട് 64 പാർട്ടി ഈ അഭിപ്രായത്തിന്റെ പേരിൽ രണ്ടായി പിളർന്നു. ചൈന ഒരു കാരണമായെങ്കിലും പ്രധാന കാരണം പാർട്ടിക്കുള്ളിലെ നേതാക്കൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയാണ്. എന്തായാലും രണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിളർന്നപ്പോൾ പിളർന്നു മാറിയ ഭാഗം അവരുടെ പാർട്ടി പേരിനൊപ്പം
മാർക്സിസ്റ്റ് എന്ന പേര് കൂടി ചേർത്തു. അങ്ങനെയാണ് CPIM എന്ന പാർട്ടി ഉണ്ടാകുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഇപ്പൊ പക്ഷെ നമ്മളെല്ലാവരും ആ CPI ബ്രാക്കറ്റിൽ പറയത്തില്ല, CPM ആക്കി. തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് VS അച്യുതാനന്ദൻ ജയിലിലായിരിക്കുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ നമുക്ക് ഒരുപാട് ഭടന്മാരെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഭടന്മാർക്ക് രക്തം ആവശ്യമുള്ള ഒരു സമയമാണ്. രക്തദാന ക്യാമ്പ് എല്ലാ സ്ഥലത്തും സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജയിലിനകത്തും രക്തദാനം ഒരു വിഷയമായി. ഇന്ത്യയെ സംരക്ഷിക്കുന്ന ഭടന്മാർക്ക് വേണ്ടി രക്തം കൊടുക്കണം എന്നുള്ള അഭിപ്രായം ഉള്ള വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. പക്ഷെ പാർട്ടിയുടെ സ്റ്റാൻഡ് തികച്ചും വ്യത്യസ്തമാണ്. ഭരിക്കുന്ന കോൺഗ്രസുമായി സഹകരിച്ച് ഒരു പരിപാടിയും പാടില്ല എന്നൊരു സ്റ്റാൻഡിലാണ് CPMന്റെ ഉന്നത നേതാക്കളൊക്കെയും. അവർ നേരത്തെ തന്നെ കോൺഗ്രസിനോട് അനുഭവമുള്ള CPIയിൽ നിന്ന് മാറി വന്ന ആളുകളാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള പരിപാടിയും വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന CPMകാരെ അമ്പരപ്പിച്ചുകൊണ്ട് അച്യുതാനന്ദൻ ആ ജയിലിൽ പട്ടാളക്കാർക്ക് വേണ്ടി രക്തം കൊടുക്കുകയും ചെയ്തു. തന്റെ മനസ്സാക്ഷി അത് ശരിയാണെന്ന് തന്നോട് പറഞ്ഞു എന്നാണ് അച്യുതാനന്ദൻ ആ കാര്യത്തെക്കുറിച്ച് പിന്നീട് പറഞ്ഞത്. അതിനുശേഷം അച്യുതാനന്ദന്റെ ഒരു പോരാട്ടം നമ്മൾ കാണുന്നത് 72 മിച്ചഭൂമി സമര കാലഘട്ടത്തിലാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മിച്ചഭൂമികൾ പിടിച്ചെടുക്കുന്ന ഒരു സമരമാർഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവലംബിച്ചത്. എവിടെയെങ്കിലും ഭൂമി വെറുതെ കിടക്കുകയാണെങ്കിൽ അവിടേക്ക് CPM ഇരച്ചു കയറും. CPMന്റെ അണികൾ അങ്ങനെ ഭൂമി പിടിച്ചെടുക്കാനായി ഇരച്ചു കയറുമ്പോൾ അന്ന് കേരളം ഭരിക്കുന്നത് CPI ആണ്. കോൺഗ്രസ് പിന്തുണയോടുകൂടിയാണ് CPI ഭരിക്കുന്നത്. CPIയുടെ ആ ഭരണത്തിൽ കോൺഗ്രസ് ഒന്ന് പങ്കാളിയായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്താണ് ഈ മിച്ചഭൂമി സമരം നടക്കുന്നത്. മിച്ചഭൂമി സമരത്തെ സ്വാഭാവികമായിട്ടും K. കരുണാകരൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അടിച്ചമർത്താനുള്ള ഒരു ശ്രമം ഉണ്ടായി. ആ സമയത്താണ് മിച്ചഭൂമി സമരക്കാരെയും സർക്കാരിനെയും ആകെ പറ്റിക്കുന്ന ഒരു പരിപാടി തിരുവനന്തപുരത്തെ രാജകുടുംബം ചെയ്തത്. അവരുടെ കൊട്ടാരത്തിന്റെ ഭാഗമായ എൻ്റെ സ്ഥലത്തും അങ്ങ് റബ്ബർ ഇട്ടു. ഇപ്പോഴും തിരുവനന്തപുരം സിറ്റിയിൽ സെന്റിന് 50 ലക്ഷത്തിലധികം വിലയുള്ള ആ കണ്ണായ സ്ഥലത്ത് റബ്ബർ എസ്റ്റേറ്റ് ആണ്. കവടിയാർ ജംഗ്ഷനിൽ വന്നാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. മിച്ചഭൂമി സമരം അങ്ങനെ കൊടുമ്പിരി കൊണ്ട് വളർന്നു വരുമ്പോഴാണ് ഇന്ത്യ ഒട്ടാകെ ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മൂവ്മെന്റ് സ്വാഭാവികമായും സ്റ്റാർട്ട് ചെയ്തത് ഇന്ദിരയുടെ മകന്റെ ചില പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി ശരിക്കും അനധികൃതമായി അധികാരം കൈയാളിയതാണ് സകല പ്രശ്നങ്ങളുടെ ഒരു ബേസ്. എല്ലാ മേഖലയിലും സഞ്ജയുടെ ഒരു സാന്നിധ്യം അനുഭവപ്പെട്ടിരുന്നു. ഏത് തീരുമാനവും സഞ്ജയുമായി ചർച്ച ചെയ്ത് മാത്രമേ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയൂ എന്നുള്ള ശൈലിയിലേക്ക് രാഷ്ട്രം ആകെ മാറുകയാണ്. സഞ്ജയ് ഗാന്ധിയുടെ ശ്രമഫലമായിട്ട് മാരുതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് ഒരു വശത്താണ്. സഞ്ജയ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ 20 പരിപാടിയൊക്കെ നടപ്പിലാക്കാനായി മുന്നിൽ നിൽക്കുകയാണ്. ഇന്ത്യയിൽ ദാരിദ്ര്യം മാറണമെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ ചെയ്യണം. അത് ചൈനയിലെ പോലെ അല്ലെങ്കിൽ റഷ്യയിലെ പോലെ ശരിക്കും ശക്തമായി തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് സഞ്ജയ് ഗാന്ധിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. സഞ്ജയ് ഗാന്ധി വളരെ ബലമായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വടക്കേ ഇന്ത്യയിൽ അത് വല്ലാത്തൊരു പ്രശ്നമുണ്ടാക്കി. സഞ്ജയ് ഗാന്ധിയുടെ പരിപാടിയിൽ ഒരു പ്രധാന ഇനമെന്ന് പറയുന്നത് വന്ധ്യീകരണമാണ്. നമ്മൾ രണ്ട് നമുക്ക് രണ്ട്, ആ ഒരു ശൈലിയിൽ ഒരു സിദ്ധാന്തം ഇന്ത്യ ഒട്ടാകെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുകയാണ്. ഒരു വീട്ടിൽ 2 കുട്ടികൾ മതി എന്ന കാഴ്ചപ്പാട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിനെതിരായി ആരെങ്കിലും മൂവ് ചെയ്യണമെങ്കിൽ അവരെ ബലമായി പിടിച്ചുകൊണ്ടുപോയി വന്ധ്യീകരണം നടത്തുന്ന ഒരു പരിപാടിയാണ് വടക്കേ ഇന്ത്യയിൽ സഞ്ജയ് ഗാന്ധി നേതൃത്വം കൊടുത്തത്. ശരിക്കും വളരെ ക്രൂരമായ ഒരു പരിപാടിയായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ ആ വന്ധ്യീകരണ പരിപാടി. UPയിലും ബീഹാറിലും ഒക്കെ ഒരുപാട് ആളുകളാണ് അങ്ങനെ വന്ധ്യീകരിക്കപ്പെട്ടത്, പുരുഷന്മാരും സ്ത്രീകളും. അത് വൻ ജനരോക്ഷത്തിന് ഇടയാക്കിയപ്പോൾ ജയപ്രകാശ് നാരായൺ ആ പ്രശ്നത്തിന് മുന്നിലേക്ക് വരികയും ഇന്ദിരയ്ക്കെതിരായുള്ള ഒരു മൂവ്മെന്റായി അത് മാറുകയും ചെയ്തു. അനുബന്ധമായി വേറെയും അനവധി മൂവ്മെന്റുകൾ നടക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആ മൂവ്മെന്റ് പാർട്ടായി. സ്വാഭാവികമായിട്ടും ഇന്ദിരയ്ക്കെതിരായുള്ള ആ മൂവ്മെന്റ് അവസാനം ഹൈക്കോടതിയിലെ ഒരു വിധിയുടെ പേരിൽ ഇന്ദിര രാജിവെക്കേണ്ട ഘട്ടമെത്തിയപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലെത്തി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതും ഇന്ത്യ ഒട്ടാകെ എല്ലാ നേതാക്കളും അറസ്റ്റിലായി. സ്വാഭാവികമായിട്ടും VS ഉൾപ്പെടെയുള്ള ആളുകളും അറസ്റ്റിലായി. ജയിലിലും ഇന്ദിരയുടെ ആ കിരാത ഭരണത്തിനെതിരെ അതിശക്തമായ ഒരു പ്രതിഷേധത്തിന് അച്യുതാനന്ദൻ കൂട്ടരും നടത്തി എന്നുള്ളതാണ് സത്യം. ജയിലിലും തന്റെ ആദർശങ്ങളോട് തെല്ലും വിട്ടുവീഴ്ചയ്ക്ക് അച്യുതാനന്ദൻ തയ്യാറായിരുന്നില്ല. ആ അടിയന്തരാവസ്ഥ പിൻവലിച്ച് ഇന്ദിരാഗാന്ധി ഇലക്ഷന് റെഡിയായപ്പോൾ കേരളം പക്ഷേ ഇന്ദിരയ്ക്കൊപ്പം ആണ് നിന്നത്. അതിന്റെ കാരണം കേരളത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമാധാന അന്തരീക്ഷമാണ്. 75 മുതൽ 77 വരെ കേരളം അതിനു മുമ്പോ അതിനുശേഷമോ കണ്ടിട്ടില്ലാത്ത വിധം ശാന്തമായിരുന്നു. എല്ലാ വ്യവസായങ്ങളും വളരെ ശാന്തമായി വർക്ക് ചെയ്തു. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വളരെ ഭംഗിയായി നടന്നു. എല്ലാ മേഖലയിലും ശാന്തത. ആ ശാന്തത കേരളത്തിലെ ജനത്തിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട്
വൻ ഭൂരിപക്ഷത്തിലാണ് കെ കരുണാകരന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം ഇവിടെ ഉണ്ടായത്. ആ ഭരണം പക്ഷെ അതേ നാൾ മുന്നോട്ട് പോയില്ല. രാജൻ കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് കെ കരുണാകരൻ രാജിവെച്ചു, ആന്റണി മുഖ്യമന്ത്രിയായി. പിന്നീട് അനവധി രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വിധേയമായതിനു ശേഷം ആന്റണി ഇന്ദിരാ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി മാറി. ഇപ്പോ കോൺഗ്രസിൽ കാണുന്ന പ്രമുഖരായ നേതാക്കളൊക്കെയും അന്ന് ആന്റണിക്കൊപ്പം ഉണ്ടായിരുന്നു. കെ എം മാണിയും CPM-ന്റെ സഹയാത്രികരായതും അവർ മാത്രമല്ല 69 മുതൽ 79 വരെ കോൺഗ്രസിന് ഒപ്പം ഉണ്ടായിരുന്ന CPI-യും കൂടി CPM-ന്റെ ഭാഗമായതും 80-ലെ ഇലക്ഷനിൽ CPM നേതൃത്വം കൊടുക്കുന്ന ഭരണം അധികാരത്തിലേറ്റു. ആ സമയത്ത് CPM-ന്റെ സെക്രട്ടറിയായി VS അച്യുതാനന്ദൻ വളർന്നിരുന്നു. പക്ഷെ ആ ഭരണം അധിക നാൾ മുന്നോട്ട് പോയില്ല. അതിന്റെ കാരണം ഇന്ദിരാഗാന്ധി 80-ൽ അധികാരത്തിൽ തിരിച്ചെത്തിയതാണ്. അതിശക്തിയായി ഇന്ദിരാഗാന്ധി അധികാരത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഇന്ദിരയെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസ് വിട്ട AK ആന്റണിക്കും കൂട്ടർക്കും ഒരു മാനസാന്തരം ഉണ്ടായി. അവര് വീണ്ടും കോൺഗ്രസിലേക്ക് മടങ്ങിയപ്പോൾ അവർക്കൊപ്പം KM മാണി കൂടി കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായി. അവർ രണ്ടുപേരും അങ്ങ് പോയതും സ്വാഭാവികമായിട്ടും നയനാർ നേതൃത്വം കൊടുത്തിരുന്ന ആ മന്ത്രിസഭ വീണു. തുടർന്ന് നടന്ന ഇലക്ഷനിൽ കെ കരുണാകരൻ നേതൃത്വം കൊടുക്കുന്ന ഐക്യമുന്നണി അധികാരം വീണ്ടെടുത്തു. ഈ സമയത്താണ് കേരളം അതുവരെ ദർശിച്ചിട്ടില്ലാത്ത സമരങ്ങളുടെ ഒരു പരമ്പര ഉണ്ടാകുന്നത്. VS അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ കേരളം അതുവരെ ദർശിച്ചിട്ടില്ലാത്ത സമരങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു എന്ന് പറയാം. 84-ൽ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി TM ജേക്കബ് ശരിക്കും വിപ്ലവകരമായ ഒരു തീരുമാനം അനൗൺസ് ചെയ്തു. TM ജേക്കബ് 76-ലെ പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആ പ്രഖ്യാപനം നടത്തിയത്. കേരളത്തിലെ കോളേജുകളുടെ ഭാഗമായ പ്രീ ഡിഗ്രി അവിടെ നിന്ന് അടർത്തി മാറ്റി ഒരു ബോർഡാക്കി മാറ്റി സെപ്പറേറ്റ് ആയിട്ട് ഒരു പരീക്ഷയും കാര്യങ്ങളൊക്കെ നടത്തണം. അപ്പോൾ 10ാം ക്ലാസ് വരെ സ്കൂളിലും അതിനുശേഷം 2 വർഷം പ്രത്യേക ബോർഡിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസം, അതിനുശേഷം മാത്രം കോളേജ്. അങ്ങനെ ആയിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ രീതി എന്ന് TM ജേക്കബ് പറയുകയും അതിനുവേണ്ടിയുള്ള നിയമ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. അത് പക്ഷേ കേരളത്തിൽ VS എന്ന നേതൃത്വത്തിൽ വൻ സമരത്തിന് ഇടവരുത്തുകയായിരുന്നു. കേരളത്തിൽ അതിനു മുമ്പോ അതിനുശേഷമോ ആ ശൈലിയിലുള്ള ഒരു സമരം നമ്മൾ കണ്ടിട്ടില്ല. ശരിക്കും ഒരു വല്ലാത്ത പോരാട്ടമാണ് അന്ന് VS-ന്റെ പാർട്ടി നടത്തിയത്. നമ്മൾ സാധാരണഗതിയിൽ സമരം നടക്കുമ്പോൾ കോളേജുകളും സ്കൂളുകളൊക്കെ സമരക്കാർ വന്ന് ഇറക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ട്യൂട്ടോറിയലും ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉൾപ്പെടെ സകല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അടപ്പിക്കുന്ന ഒരു പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരെണ്ണം ഉണ്ടായത് ഈ പ്രീ ഡിഗ്രി ബോർഡ് സമര കാലഘട്ടത്തിലാണ്. കേരളത്തെ ശരിക്കും പിടിച്ചു കുലുക്കിയ ആ സമരം പത്രങ്ങളുടെ നിശ്ചിതമായ എതിർപ്പിന് മുന്നിൽ അവസാനം VS-ന് അവസാനിപ്പിക്കേണ്ടി വന്നു. കേരള കൗമുദിയും മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള പ്രമുഖ പത്രങ്ങൾ ഭ്രാന്തമായ ആ സമരത്തിനെതിരെ അതിശക്തമായി നിലയുറപ്പിച്ചപ്പോൾ ജനരോക്ഷം പൂർണ്ണമായി എതിരാകുന്നെന്ന് കണ്ടതും VS ആ സമരം പിൻവലിക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് ഈ പ്രീ ഡിഗ്രിയൊക്കെ കോളേജിൽ നിന്ന് മാറ്റി സ്കൂളിന്റെ ഭാഗമായത് ചരിത്രമാണ്. പക്ഷെ ഇവിടെ ഈ സമയത്താണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച ആരംഭിക്കുന്നത്. 57-ൽ CPI ആണ് അധികാരത്തിൽ വന്നത്. 67-ലാണ് CPM എന്ന ലേബലിൽ ഒരു അധികാരം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടുന്നത്. അതിനുശേഷം അവർക്ക് അധികാരം കിട്ടിയത് 80-ലാണ്. ഈ 2 സമയത്തും വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് ഭരിക്കാൻ കഴിഞ്ഞത്. അതിന്റെ കാരണത്തെക്കുറിച്ച് MV രാഘവൻ വിശദമായ ഒരു പഠനം നടത്തി. അദ്ദേഹത്തോടൊപ്പം ആ പഠനത്തിൽ C കണ്ണനും EK നായനാർ ഉൾപ്പെടെയുള്ള നേതാക്കളുമുണ്ട്. അവർ നടത്തിയ പഠനം വളരെ സിമ്പിളാണ്. കേരളത്തിൽ ബംഗാളിലെ പോലെ സ്ഥിരമായി ഭരിക്കണമെങ്കിൽ ഒരു വലിയ അടിത്തറ വേണം. ആ അടിത്തറ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വന്തമായി വിചാരിച്ചാൽ ഉണ്ടാകത്തില്ല. ആ അടിത്തറ ഉണ്ടാകണമെങ്കിൽ അവർക്ക് ക്രിസ്ത്യൻസിന്റെ സപ്പോർട്ട് വേണം. ക്രിസ്ത്യൻസിന്റെ സപ്പോർട്ട് പൂർണ്ണമായും കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടായിരിക്കുന്നത്. രണ്ടാമത് അവർക്ക് സപ്പോർട്ട് വേണ്ടത് മുസ്ലിംസിന്റെയാണ്. മുസ്ലിം സപ്പോർട്ട് അവർക്ക് ലഭിക്കണമെങ്കിൽ അതിന് മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് വേണം. MV രാഘവന്റെ തിയറി വളരെ സിമ്പിളാണ്. മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും ഐക്യമുന്നണിയിൽ നിന്ന് അടർത്തി മാറ്റി ഇടതു മുന്നണിയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ വന്നാൽ തുടർച്ചയായി ഭരിക്കാം. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ VS അച്യുതാനന്ദൻ MV രാഘവന്റെ ആ വാദത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. അതിനുവേണ്ടി VS പാർട്ടിയിൽ അതിശക്തമായ ഒരു പോരാട്ടം തന്നെ നടത്തിയെന്ന് പറയാം. അതിന് VS-ന്റേതായ ന്യായമുണ്ടായിരുന്നു. VS വ്യക്തമായി കാര്യങ്ങൾ പഠിക്കുന്ന ആളാണ്. ഐക്യമുന്നണിയുടെ ആ ഭരണത്തിൽ എല്ലാ പ്രധാന വകുപ്പുകളും ഒന്നുകിൽ മുസ്ലിം ലീഗിന്റെ കയ്യിലോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ കയ്യിലോ ആണ്. വിദ്യാഭ്യാസവും ധനകാര്യം വ്യവസായം ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും ആ 2 കക്ഷികളും കൂടി കൈയടക്കുമ്പോൾ അത് കേരളത്തിന്റെ സമഗ്രമായ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം അച്യുതാനന്ദനുണ്ട്. മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും ഇടത് കക്ഷികളുടെ ഭാഗമാക്കി മാറ്റിയാൽ അവർക്ക് ആ വകുപ്പുകൾ തീരെഴുതി കൊടുക്കേണ്ടി വരും. അത് അപകടകരമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവരെ ഇടതു മുന്നണിയിലേക്ക് കൊണ്ടുവരുന്ന പരിപാടി അംഗീകരിക്കാൻ കഴിയില്ല എന്ന
ശക്തമായ ഒരു സ്റ്റാൻഡാണ് VS അച്യുതാനന്ദൻ എടുത്തത്. ഈ അധികാരത്തോട് താല്പര്യമുള്ള ആളുകളൊക്കെയും സ്വാഭാവികമായിട്ടും VS അച്യുതാനന്ദന്റെ ആ വാദത്തിന് എതിരായിരുന്നു. പാർട്ടിയിൽ VSന് എതിരായിട്ടുള്ള അഭിപ്രായത്തിലാണ് മുൻതൂക്കം. പക്ഷെ VSന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നതും അവസാനം VSന്റെ സ്റ്റാൻഡിനോട് ഒത്തുനിൽക്കാൻ നയനാർ ഉൾപ്പെടെയുള്ള ആളുകൾ ബാധ്യസ്ഥരായി. ഈ സമയത്ത് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അച്യുതാനന്ദനൊപ്പം തന്നെ നിന്നു. അതുകൊണ്ടുകൂടിയാണ് അവസാനം MV രാഘവനും കണ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടിയിൽ നിന്ന് പുറത്തായത്. പക്ഷേ പാർട്ടിയിൽ നിന്ന് അവർ പുറത്താകുമ്പോൾ VS കേരളം അതുവരെ ദർശിച്ചിട്ടില്ലാത്ത ഒരു ശൈലിയിൽ അടുത്ത ഇലക്ഷനിൽ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തി. കേരളത്തിന് അതിനു മുമ്പോ അതിനുശേഷവും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വർഗീയ ധ്രുവീകരണത്തിന് VS തുടക്കം കുറിച്ചു എന്നുള്ളതാണ് സത്യം. 1987 കേരളത്തിൽ നടന്ന ഇലക്ഷൻ ശരിക്കും ഹിന്ദു വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു എന്ന് പറയാം. ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗത്ത് അന്ന് കോൺഗ്രസ് മുന്നണിയും ഹിന്ദു വർഗീയതയുടെ ഭാഗത്ത് CPM മുന്നണിയുമായിരുന്നു. അന്നത്തെ മുദ്രാവാക്യം ഇപ്പോഴും ആളുകൾ ഓർത്തിരിക്കാൻ സാധ്യതയുണ്ട്. മുസ്ലിം ലീഗിനും അതുപോലെ കേരള കോൺഗ്രസിനും വഴങ്ങി മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യൻസിനും വേണ്ടി കോൺഗ്രസ് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യുന്നതൊക്കെയുള്ള ശൈലിയുള്ള വൻ പ്രചാരണം. ആ പ്രചാരണമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ BJPയുടെ കേരളത്തിലെ സ്ട്രെങ്തിന്റെ ബേസ് തന്നെ. CPM ആണ് യഥാർത്ഥത്തിൽ ആ ഹിന്ദു വർഗീയത കേരളത്തിൽ ഇങ്ങനെ ആളി കത്തിച്ചത്. അതിന് ഫലമുണ്ടായി. ഇലക്ഷൻ കഴിഞ്ഞതും കോൺഗ്രസ് മുന്നണി തോൽക്കുകയും CPM മുന്നണി അധികാരത്തിൽ വരികയും ചെയ്തു. VSന്റെ ആ ഒറ്റ സ്റ്റാൻഡിൽ പാർട്ടി അധികാരത്തിൽ എത്തിയെന്ന് പറയാം. ശരിക്കും അനിശ്ചിതനായ ഒരു നേതാവായി VS അച്യുതാനന്ദൻ CPMൽ മാറുന്ന കാഴ്ചയാണ് തുടർന്ന് നമ്മൾ കണ്ടത്. 87 അങ്ങനെ വിജയം നേടിയതിന്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് KR ഗൗരിയമ്മയാണ്. KR ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കുമെന്നുള്ള ഒരു ശൈലിയിലുള്ള പ്രചാരണ പരിപാടിയാണ് യഥാർത്ഥത്തിൽ CPM മുന്നോട്ട് വെച്ചത്. KR ഗൗരിയമ്മയോട് പാർട്ടിക്കും ജാതിക്കും മതത്തിനും എതിരായി ആളുകൾക്ക് ഒരു അടുപ്പമുണ്ടായിരുന്നു. ആ അടുപ്പമുള്ള ആളുകളൊക്കെ സ്വാഭാവികമായി സ്വപ്നം കണ്ടത് KR ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകാനാണ്. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ KR ഗൗരിയമ്മയ്ക്ക് പകരം മുഖ്യമന്ത്രിയായത് EK നയനാരാണ്. പാർട്ടിക്കുള്ളിൽ KR ഗൗരിക്കെതിരായി അതിശക്തമായ ഇടപെടലുകൾ നടന്നു എന്ന് വ്യക്തമാണ്. എന്തായാലും മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും സഹായമില്ലാതെ CPM അധികാരത്തിൽ തിരിച്ചെത്തിയത് അച്യുതാനന്ദന്റെ കഴിവ് കൊണ്ടാണെന്നുള്ളത് സത്യവുമാണ്. KR ഗൗരി എന്നുള്ളത് മറ്റൊരു ഫാക്ടറാണ്. ഇതിനിടയിൽ EK നയനാർ മുഖ്യമന്ത്രിയായെങ്കിലും EK നയനാരുടെ എല്ലാ തീരുമാനങ്ങളും നിയന്ത്രിക്കുന്ന വ്യക്തി AKG സെന്ററിൽ ഇരിക്കുന്ന പാർട്ടി സെക്രട്ടറി VS അച്യുതാനന്ദനാണെന്നുള്ള ഒരു കഥ സകല സ്ഥലത്തും പ്രചരിക്കുന്നുണ്ട്. ഏത് തീരുമാനവും അച്യുതാനന്ദൻ എടുക്കും. അത് നടപ്പിലാക്കുക എന്ന ഒറ്റ ചുമതല മാത്രമാണ് മുഖ്യമന്ത്രി EK നയനാർക്കുള്ളത്. അങ്ങനെയാണ് കഥ. എന്തായാലും ഈ കഥകളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, VS ശരിക്കും ശക്തനാണ്. VS ശക്തനായിരിക്കുമ്പോഴാണ് ജനകീയ ആസൂത്രണം എന്ന പരിപാടി കേരളത്തിൽ നടപ്പിലാക്കപ്പെടുന്നത്. ആ പരിപാടിക്ക് വൻ ഓളമുണ്ടായി. അതിന്റെ ഫലമായി കേരളത്തിൽ നടന്ന ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ CPM മുന്നണി കേരളം തൂത്തുവാരുകയായിരുന്നു. ആ കാഴ്ച VSൽ വല്ലാത്തൊരു പ്രതീക്ഷ ഉണ്ടാക്കിയെന്ന് പറയാം. അതിന്റെ ഫലമായി VS ആവശ്യപ്പെട്ടതുകൊണ്ട് EK നയനാർ ഗവർണറോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. മന്ത്രിസഭയുടെ രാജി കൊടുത്തതിന് ശേഷം അദ്ദേഹം ആവശ്യപ്പെട്ടത് നിയമസഭ പിരിച്ചുവിടാനാണ്. ഒരു വർഷം കൂടി കാലാവധി ഉള്ളപ്പോൾ അങ്ങനെ നിയമസഭ പിരിച്ചുവിട്ട് ഇലക്ഷൻ നടത്തി. ആ ഇലക്ഷൻ കഴിയുമ്പോൾ ഉറപ്പായും CPM മുന്നണി അധികാരത്തിലെത്തും. എല്ലാ പത്രങ്ങളുടെയും സർവേകളും മറ്റുമൊക്കെ അതാ സൂചിപ്പിക്കുന്നത്. പക്ഷെ അച്യുതാനന്ദന്റെ നിർഭാഗ്യം അല്ലാതെ എന്താ പറയുക, ഇലക്ഷൻ ഡേറ്റിന്റെ തലേദിവസം രാത്രി ശ്രീ പെരുമ്പത്തൂരിൽ നടന്ന ഒരു ബോംബ് സ്ഫോടനത്തിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതോടുകൂടി ഇലക്ഷൻ മാറ്റിവെച്ചു. തുടർന്ന് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് രാജീവിന്റെ ചിതാഭസ്മത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് ശരിക്കും ഒരു വൈകാരികമായ തരംഗം കേരളത്തിൽ ഉണ്ടാക്കിയതും അച്യുതാനന്ദൻ കെട്ടിപ്പൊക്കിയ ആ സ്വപ്നം അവിടെ പൊലിഞ്ഞു വീണു. കോൺഗ്രസ് മുന്നണി അധികാരത്തിലെത്തി. 91 മുതൽ 96 വരെയുള്ള ആ കാലഘട്ടത്തിൽ K കരുണാകരനും തുടർന്ന് AK ആന്റണിയുമായിരുന്നു മുഖ്യമന്ത്രിമാർ. ഈ കാലഘട്ടത്തിൽ അച്യുതാനന്ദൻ മാറി പുതിയ പാർട്ടി സെക്രട്ടറിമാർ വന്നു. സ്വാഭാവികമായിട്ടും CPMന്റെ അതുവരെയുള്ള സ്റ്റാൻഡിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്തു. ആ സ്റ്റാൻഡിൽ മാറ്റം ഉണ്ടായത് മുസ്ലിങ്ങളുമായിട്ടുള്ള അവരുടെ അടുപ്പത്തിലാണ്. 92 ഡിസംബർ 6 ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടതോടുകൂടി കേരളത്തിലെ മുസ്ലിംസ് വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലായതും CPM അതൊരു ചാൻസായി കണ്ട് മുസ്ലിം ലീഗിനോടൊപ്പം ഉണ്ടായിരുന്ന മുസ്ലിംസിനെയും കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന മുസ്ലിംസിനെയും ശരിക്കും അടർത്തി എടുത്തു എന്ന് പറയാം. അത് ഒരു വൻ ബേസായി CPM ഇങ്ങനെ മാറുകയും ചെയ്തു. പിന്നീട് ആ ബേസ് ഊട്ടി ഉറപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടർന്ന് വന്ന CPM ഭരണസമിതികൾ തുടർന്നുകൊണ്ടേയിരുന്നു. അതൊരു ഭാഗത്ത് നടക്കട്ടെ. 96 അച്യുതാനന്ദൻ വലിയ പ്രതീക്ഷയോടുകൂടി നിയമസഭാ ഇലക്ഷൻ നേരിടുകയാണ്. ജയിച്ചാൽ VS അച്യുതാനന്ദനായിരിക്കും മുഖ്യമന്ത്രി. പക്ഷേ മാരാരിക്കുളത്ത് അച്യുതാനന്ദൻ അങ്ങ് തോറ്റു. അച്യുതാനന്ദനെ പാർട്ടിയിലെ തന്നെ ആളുകൾ കാലിവാരി തോൽപ്പിച്ചതാണെന്നുള്ള ശൈലിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായി. അച്യുതാനന്ദൻ തോറ്റു കഴിഞ്ഞപ്പോൾ
അവിടെ ആലപ്പുഴ തന്നെ ഉള്ള സുശീല ഗോപാലൻ മുഖ്യമന്ത്രി ആകും എന്നൊരു ശക്തമായ പറച്ചിലുണ്ടായിരുന്നു. പക്ഷേ മീറ്റിംഗ് കൂടിയപ്പോൾ അച്യുതാനന്ദൻ സുശീല ഗോപാലിനെ വെട്ടി നയനാരെ പ്രപ്പോസ് ചെയ്തു. EMSും VSനൊപ്പമായി. സ്വാഭാവികമായിട്ടും സുശീല ഗോപാലിന് മുഖ്യമന്ത്രി ആകാനുള്ള ചാൻസ് അങ്ങ് പോയി. അച്യുതാനന്ദന് താൻ കാലുവരപ്പെട്ടതിന്റെ ഫലമായി തോറ്റതാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പാർട്ടിക്കുള്ളിലെ ആരൊക്കെ തന്നെ തനിക്കെതിരെ കളിച്ചതാണെന്നുള്ള കാര്യം അച്യുതാനന്ദന് അറിയാം. അതുമുതലാണ് അച്യുതാനന്ദനും പാർട്ടിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആരംഭിക്കുന്നത്. 96-ൽ നയനാർ മുഖ്യമന്ത്രിയായപ്പോൾ പാർട്ടി സെക്രട്ടറി ചടയൻ ഗോവിന്ദനാണ്. ചടയൻ ഗോവിന്ദന്റെ ആകസ്മികമായ മരണം, അതിന്റെ ഫലമായിട്ട് പുതിയ പാർട്ടി സെക്രട്ടറി വേണം. പാർട്ടി സെക്രട്ടറി ആകാൻ ഉടുപ്പിട്ടിരിക്കുന്ന അനവധി ആളുകളുണ്ട്. പക്ഷെ ആ ഉടുപ്പ് തച്ച് വെച്ച ആളുകളെയൊക്കെ അപ്രസക്തരാക്കിക്കൊണ്ട് VSന്റെ പിന്തുണയോടുകൂടി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി. വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന പിണറായിയെ രാജിവെപ്പിച്ചിട്ടാണ് VS പിണറായിയെ പാർട്ടി സെക്രട്ടറി ആക്കിയത്. VSന്റെ അതുവരെയുള്ള സകല കരുത്തുമെടുത്ത് ഉപയോഗിച്ചിട്ടാണ് പിണറായിയെ പാർട്ടി സെക്രട്ടറി ആക്കിയത്. ഈ സംഭവ വികാസങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ അച്യുതാനന്ദൻ പൊതുധാരയിലേക്ക് സജീവമായി ഇറങ്ങി തുടങ്ങി. 96-ന് മുമ്പുള്ള VS അച്യുതാനന്ദനും 96-ന് ശേഷമുള്ള VS അച്യുതാനന്ദനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. 96 വരെ VS പൂർണ്ണമായും ഒരു പാർട്ടിക്കാരൻ മാത്രമാണ്. 96-ന് ശേഷം VS സാമൂഹ്യ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട് തുടങ്ങിയാണ്. VS MLA അല്ല, പാർട്ടി സെക്രട്ടറിയുമല്ല. ഇത് രണ്ടുമല്ലാത്ത VS ശരിക്കും അപ്രസക്തനാണെന്ന് ആളുകൾ ധരിച്ചെങ്കിൽ അവരെ അമ്പരപ്പിച്ചുകൊണ്ട് സാമൂഹ്യ വിഷയങ്ങളിലേക്കുള്ള VSന്റെ ഒരു കടന്നുകയറ്റമുണ്ട്. ആ കടന്നുകയറ്റമാണ് നമ്മൾ ഇന്ന് കാണുന്ന വിലാപയാത്രയ്ക്ക് ചുറ്റും കൂടിയ ആളുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നത്. നമ്മുടെ മലയാളികളുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് VS അച്യുതാനന്ദൻ കടന്നു കയറുന്നത് ഈ നിമിഷം മുതലാണ്. പാർട്ടിക്കാരനിൽ നിന്ന് നമ്മുടെ സ്വകാര്യ അഹങ്കാരമായി VS അച്യുതാനന്ദൻ മാറിയ രംഗങ്ങളാണ് അവിടെ ആരംഭിക്കുന്നത്. അത് ശരിക്കും ഒരു പോരാട്ടമാണ്. ശരിക്കും ഇതുവരെയുള്ള പോരാട്ടം അച്യുതാനന്ദന്റെ ഈ മാസ്മരിക പോരാട്ടത്തിന്റെ സ്റ്റെപ്പുകൾ ആയിട്ട് മാത്രം നമുക്ക് കാണാം. നയനാർ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത് ഒരു വെട്ടിനിരത്തിൽ സമരവുമായിട്ടാണ്. കേരളത്തിൽ നെൽവയല് ഓരോ വർഷവും കുറഞ്ഞു വരികയാണ്. നെൽവയല് കുറയാനുള്ള കാരണങ്ങളിൽ ഒന്ന്, ആദായകരമല്ലാത്ത രീതിയിൽ നെൽകൃഷി മാറിയപ്പോൾ ആളുകൾ നെൽവയല് നികത്തി ആദ്യം മരിച്ചിനിയും പിന്നീട് തെങ്ങും റബ്ബറും ഒക്കെ മാറ്റുന്നതാണ്. അതിനെതിരെ അതിശക്തമായ ഒരു മൂവ്മെന്റുമായി VS അച്യുതാനന്ദൻ രംഗത്ത് അവതരിച്ചു. നെൽവയൽ നികത്തി മറ്റ് ആവശ്യങ്ങളിലേക്ക് വയലിനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ പുരയിടത്തിലേക്ക്, ആ വയലിലേക്ക് VSും ടീമും ഇരച്ചു കയറുകയും അവിടെ നട്ടിരുന്ന വാഴയും ചേമ്പും ചേനയും ഒക്കെ വെട്ടി നിരത്തുകയും ചെയ്തു. ശരിക്കും അത് വെട്ടിനിരത്തൽ സമരം നിലയിൽ ഒരു കുപ്രസിദ്ധിയാണ് നേടിയത്. പക്ഷെ VS ആ ആക്ഷനിലൂടെ നമ്മളോട് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഓരോ സ്ഥലവും അതിൻ്റെതായ യുക്തിക്കനുസരിച്ചാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ നെൽവയലുകൾ നികത്തി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു തുടങ്ങിയാൽ നാളെ ആ കരഭൂമി വീടും വ്യവസായ സാമ്രാജ്യമൊക്കെയും മാറും. അതോടുകൂടി നെല്ല് എന്ന കൃഷി കേരളത്തിൽ നിന്ന് അന്യമാകും. VS ആ പറഞ്ഞ കാര്യം അന്ന് പത്രങ്ങൾ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ച് VSനെതിരായി ഒരു മൂവ്മെന്റ് ആക്കി വളർത്താൻ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ VS അന്ന് ചൂണ്ടിക്കാണിച്ചത് 100% ശരിയാണെന്ന് നമുക്ക് ബോധ്യമാകും. വയലുകൾ എന്ന സംവിധാനം ഇപ്പോൾ പാഠപുസ്തകത്തിൽ ചിത്രങ്ങളിലൂടെ മാത്രം കുട്ടികളെ കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യമായി പല സ്ഥലത്തും മാറിയിട്ടുണ്ട്. അപൂർവ സ്ഥലങ്ങളിൽ മാത്രമാണ് വയൽ ഇപ്പോൾ ഉള്ളത്. ഈ സമയത്ത് അച്യുതാനന്ദന്റെ പോരാട്ടം മറ്റൊരു വിഷയത്തിലേക്ക് കൂടി കടന്നിരുന്നു. അത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ്. 82 മുതലുള്ള കരുണാകരൻ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ പലപ്പോഴും അഴിമതി വളരെ വ്യക്തമായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ 57 മുതലേ അഴിമതി ആരോപണം ഉണ്ടാവും. EMSന്റെ സർക്കാരിനെതിരെ 67-ൽ അഴിമതി ആരോപണം ഉണ്ടായപ്പോൾ അഴിമതി ഉന്നയിച്ച ആളുകൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച EMSന്റെ അതേ പാർട്ടിയിൽപ്പെട്ട അച്യുതാനന്ദൻ കുറെ കൂടി ശക്തമായി അഴിമതിക്കെതിരെ പ്രതികരിച്ചു തുടങ്ങി. അദ്ദേഹം തെളിവുകൾ ശേഖരിക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ് കടന്നത്. ആരോപണം ഉന്നയിക്കുന്നതിലല്ല കാര്യം, തെളിവിലാണ് കാര്യം. ആ തെളിവുകൾ ശേഖരിക്കാനായി എത്ര നേരം വേണമെങ്കിലും പഠിക്കാൻ അച്യുതാനന്ദൻ സമയം മാറ്റിവെച്ചു തുടങ്ങി. കിട്ടാവുന്ന എല്ലാ സ്ഥലത്തു നിന്നും തെളിവ് ശേഖരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് കേസാക്കുകയും വിശ്വസ്തരായ വക്കീലുമാർ വഴി അത് കോടതിയിൽ എത്തിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി പാം ഓയിൽ ഇറക്കുമതി ചെയ്ത K. കരുണാകരൻ 1-ാം പ്രതിയായി കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ചീഫ് സെക്രട്ടറിയും മറ്റ് സെക്രട്ടറിമാരും ഒക്കെ പ്രതികളായി. ശരിക്കും അതൊരു വല്ലാത്ത പോരാട്ടമാണ്. ഒരു സർക്കാരിനെതിരെ ഒരു വ്യക്തി ഒറ്റയ്ക്ക് നടത്തിയ പോരാട്ടം എന്ന് പറയാം. പാർട്ടി കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴും പോരാട്ടം നയിച്ചത് പൂർണ്ണമായും അച്യുതാനന്ദനാണ്. പാർട്ടിയുടെ ഭാഗമായ ആളുകൾ പലപ്പോഴും ഭരണത്തിലിരിക്കുന്ന ആളുകളുമായി ഒത്തുതീർപ്പിന് വിധേയരാകും. പക്ഷെ അച്യുതാനന്ദൻ അത്തരം ഒത്തുതീർപ്പുകൾക്ക് എതിരായിരുന്നു. ഒത്തുതീർപ്പല്ല വേണ്ടത്, കട്ട
കുറ്റവാൻ ശിക്ഷിക്കപ്പെടുകയാണ് വേണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അച്യുതാനന്ദനുള്ളത്. അതിന്റെ ശരിയായ അർത്ഥം നമ്മൾ കാണുന്നത് ബാലകൃഷ്ണ പിള്ളയുമായി ബന്ധിപ്പിച്ചാണ്. ഇടമലയാർ അണക്കെട്ട് കെട്ടിയുമായി ബന്ധിപ്പിച്ച് ഒരു വൻ അഴിമതി ആരോപണമുണ്ട്. 2 ടണലുകൾ തമ്മിൽ കൂട്ടിമുട്ടാതെ പോയ ആ സംഭവം ഒരു വൻ ചർച്ചാ വിഷയമായ കേസാണ്. അതിനകത്ത് മന്ത്രിയായിരുന്ന ബാലകൃഷ്ണ പിള്ളയ്ക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് തന്നെയാണ് വി എസിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെയാണ് വി എസ് ഇടമലയാർ അഴിമതിയെക്കുറിച്ച് ഒരു കേസുമായി കോടതി സമീപിച്ചത്. കേസുകൾ കോടതിയിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പലരും ഭരണകൂടത്തിന് അനുകൂലമായി ഈ മൊഴികൾ മാറ്റിപ്പറയുന്ന ഒരു പദവുണ്ടല്ലോ. പല തെളിവുകളും സമയത്ത് കോടതിയിൽ എത്താതിരിക്കുന്ന ഒരു ശൈലിയൊക്കെ ഉണ്ട്. അതിന്റെ ഫലമായി കേസ് ബാലകൃഷ്ണ പിള്ളയ്ക്ക് അനുകൂലമായി വരികയാണ്. അവസാനം അപ്പീലുമായി വി എസ് അച്യുതാനന്ദൻ സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയിൽ കേസ് വരാൻ പോവുകയാണ്. അവിടെ നിന്നും ബാലകൃഷ്ണ പിള്ളയ്ക്ക് അനുകൂലമായി വിധി വന്നാൽ അതുവരെ ബാലകൃഷ്ണ പിള്ളയ്ക്ക് എതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറുതെയാവും. അച്യുതാനന്ദൻ തന്റെ കൂടെയുള്ള സഹപ്രവർത്തകരോട് ചോദിച്ചു, ശരിക്കും അവൻ കട്ട് തിന്നതല്ലേ, നമ്മൾ എങ്ങനെയാ ഇത് കണ്ടില്ലെന്ന് വെക്കുക? ബാലകൃഷ്ണ പിള്ള ആ അഴിമതി നടത്തിയെന്നും ആ പണം ഉപയോഗിച്ച് സുഖമായി ജീവിച്ചു എന്നുള്ള ഒരു കാഴ്ചപ്പാട് അച്യുതാനന്ദനുണ്ട്. ആ ചിന്ത വെച്ചു പുലർത്തുന്ന അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ സഹായിയെ ഉടൻ തന്നെ ദില്ലിയിലേക്ക് അയച്ചു. ദില്ലിയിൽ സുപ്രീം കോടതിയിലെ വാദം എന്ന് പറഞ്ഞാൽ 1-2 ദിവസമേ കാണത്തുള്ളൂ. അവിടെ എത്തിയ സഹായി ശാന്തിഭൂഷൺ വക്കീലിനെയാണ് കേസ് ഏൽപ്പിച്ചത്. അതിന് ഫലമുണ്ടായി. സുപ്രീം കോടതിയിൽ ശാന്തിഭൂഷൺ നടത്തിയ വിശദമായ വാദം ബാലകൃഷ്ണ പിള്ളയുടെ എല്ലാ വാദമുഖങ്ങളെയും khണ്ഡിക്കുന്നതായിരുന്നു. സുപ്രീം കോടതി ബാലകൃഷ്ണ പിള്ളയ്ക്ക് തടവ് ശിക്ഷ വിധിച്ചു. ഒരു മന്ത്രിക്കെതിരായി കേരളത്തിൽ ആ ശൈലിയിൽ ഒരു വിധി വരുന്നത് ആദ്യമായിട്ടാണ്. ബാലകൃഷ്ണ പിള്ളയെ തുറുങ്ങിലടച്ച അച്യുതാനന്ദന് ബാലകൃഷ്ണ പിള്ളയോട് വ്യക്തിപരമായി വൈരാഗ്യമൊന്നുമില്ല. അത് പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. ഇതേ ശൈലിയിലാണ് സി വി പത്മനാഭൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ബ്രഹ്മപുരം വൈദ്യുതി പദ്ധതിയുമായി ബന്ധിപ്പിച്ച് ഉണ്ടായ അഴിമതി. അതിനെതിരെയും അച്യുതാനന്ദൻ കോടതിയെ സമീപിച്ചു. ആ ബ്രഹ്മപുരം വൈദ്യുതി പദ്ധതിക്ക് ശേഷമാണ് ജി കാർത്തികേയൻ കേരളത്തിലെ എല്ലാ വൈദ്യുത നിലയങ്ങളുമായി ബന്ധിപ്പിച്ച് ഒരുപാട് നവീകരണങ്ങൾ നടത്തുന്നത്. ജി കാർത്തികേയന് ശേഷമാണ് പിണറായി വിജയൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായത്. പിണറായി വിജയൻ വൈദ്യുതി വകുപ്പ് മന്ത്രി ആയപ്പോഴാണ് ഈ ലാവ്ലിൻ കമ്പനിയുമായി ബന്ധിപ്പിച്ച് ചില വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ലാവ്ലിൻ കമ്പനിക്കാണ് നമ്മുടെ അണക്കെട്ടുകളിലെ വൈദ്യുതി നിലയങ്ങൾ പരിഷ്കരിക്കാനുള്ള ചുമതല കൊടുത്തത്. ആ നിലയങ്ങളൊക്കെ കൈമാറിയതിനു ശേഷമാണ് പിണറായി വിജയൻ വൈദ്യുതി വകുപ്പ് മന്ത്രി സ്ഥാനം രാജിവെക്കുന്നതും പാർട്ടി സെക്രട്ടറി ആകുന്നതും. അങ്ങനെ പിണറായി പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റ് ഉണ്ടാകുന്നത്. ആ ഓഡിറ്റിൽ അവരെ കണ്ട ഒരു കാര്യം പത്രങ്ങളിൽ വലിയ ഹെഡിംഗ് ആയി വന്നു. അണക്കെട്ടുകളിലെ വൈദ്യുതി ജനറേറ്ററുകൾ സർവീസ് ചെയ്യാനായി ടൂൾ ബോക്സുമായി എത്തിയ ആ കമ്പനി ആ ടൂൾ ബോക്സ് പോലും അഴിച്ചിട്ടില്ല എന്ന ഒരു ഡയലോഗാണ് ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിനകത്തുള്ളത്. ടൂൾ ബോക്സ് അഴിച്ചാലല്ലേ ടൂൾ ബോക്സ് ഉപയോഗിച്ച് ഈ യന്ത്രങ്ങളൊക്കെ സർവീസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ സർവീസ് ഒന്നും നടന്നിട്ടില്ല, ചുമ്മാ അത് പൈസ കൊടുത്തിരിക്കുകയാണ്. അത് അഴിമതിയാണ്. അതുമായി ബന്ധിച്ച് 100 കോടിയുടെ ഒരു ധനസഹായം മലബാറിലെ ക്യാൻസർ ആശുപത്രിക്ക് ലാവ്ലിൻ കമ്പനി കൊടുക്കുമെന്നൊക്കെയുള്ള ഒരു കഥയുണ്ട്. എന്തായാലും അത് വളരെ സീരിയസ് ആയിട്ട് വി എസ് അച്യുതാനന്ദൻ ഏറ്റെടുത്തു. പാർട്ടിക്കുള്ളിലെ അഴിമതിക്കെതിരെ കണ്ണടയ്ക്കുന്ന ഒരു സ്വഭാവമാണ് അതുവരെ വി എസിന് ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ വി എസ് പിണറായിക്കെതിരെ അങ്ങ് തിരിഞ്ഞു. ആ നിമിഷം മുതൽ പാർട്ടിക്കുള്ളിൽ 2 ടീം ഉണ്ടായെന്ന് പറയാം. പിണറായിയെ വലത് കൈകൊണ്ട് താങ്ങി മുന്നിലേക്ക് കൊണ്ടുവന്നത് വി എസ് ആണെങ്കിലും പെട്ടെന്ന് പിണറായിയും വി എസും 2 എതിർധ്രുവങ്ങളിൽ ആയി എന്നതാണ് സത്യം. തുടർന്ന് നടന്ന പാർട്ടി സമ്മേളനങ്ങളിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്തു. ഒരു വശത്ത് പിണറായിക്കെതിരെയുള്ള പോരാട്ടം നടക്കുമ്പോൾ തന്നെ പ്രകൃതിയുമായി ബന്ധിപ്പിച്ച അനവധി വിഷയങ്ങളിൽ വി എസിന്റെ സജീവമായ ഇടപെടലുണ്ടായി. മതികെട്ടാൻ മലയിൽ വി എസ് ഇടപെടുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് പ്ലാച്ചിമടയിൽ ഈ കോള കമ്പനി ഭൂഗർഭജലം ഊറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം. ശരിക്കും അതൊരു വലിയ വിഷയമായി മാറാൻ അനവധി ആളുകൾ കാരണക്കാരാണെങ്കിലും വി എസ് ആ സമരത്തിന്റെ മുന്നണി പോരാളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മതികെട്ടാൻ മലയിൽ വെറും 28 ദിവസം കൊണ്ട് 11,000-ലധികം ഏക്കർ സ്ഥലം വളച്ചെടുത്ത് സ്വകാര്യ റിസോർട്ടുകളും മറ്റുമാക്കി മാറ്റാൻ വലിയൊരു ഭൂമാഫിയ ശ്രമിച്ചപ്പോൾ അതിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് വി എസ് ആണ്. അതിനൊക്കെ ഫലമുണ്ടായി എന്നതാണ് സത്യം. ഇതേപോലെ തന്നെയാണ് മറയൂരിലും വി എസിന് ഇടപെടൽ. അവിടെ ചന്ദനമരങ്ങളുടെ ഒരു വൻ ശേഖരമാണല്ലോ. ആ ചന്ദനമരം സ്ഥിരമായി കൊള്ളയടിക്കുന്നതിനെതിരെ വി എസ് അതിശക്തമായ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തി. ഇവിടേക്കുള്ള രസകരമായ കാര്യം എന്ന് ചോദിച്ചാൽ ഈ സ്ഥലങ്ങളിലേക്ക് വി എസ് നടന്ന് കയറി ചെല്ലുമായിരുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ആ പ്രായത്തിൽ ഒരാളും നടന്നു ചെല്ലാൻ മടിക്കുന്ന സ്ഥലത്തേക്കാണ് വി എസ് നടന്നെത്തുക. പോരാട്ടം നടത്തുമ്പോൾ അത് മുന്നിൽ നിന്ന് വേണമെന്നുള്ളത് വി എസിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പോരാട്ടങ്ങൾ മുന്നിൽ നിന്ന് നയിച്ച് മാത്രം തഴക്കും പഴക്കമുള്ള വി എസ് അതുകൊണ്ട് തന്നെ എപ്പോഴും മുന്നിലുണ്ടായിരുന്നു. ഇതിനിടയിൽ മറ്റൊരു സംഭവ വികാസം ഉണ്ടായി. അത് സാന്റിയാഗോ മാർട്ടിന്റെ ലോട്ടറിയുമായി ബന്ധിപ്പിച്ചാണ്. അന്ന് സുരേഷ് കുമാർ IAS ആണ് ലോട്ടറി വകുപ്പിന്റെ ചുമതല വഹിക്കുന്നത്. പുള്ളി അതുമായി ബന്ധിപ്പിച്ച് അച്യുതാനന്ദനെ കണ്ടു.
കേരളത്തിൽ ടാക്സ് കൊടുക്കാതെ സാന്റിയാഗോ മാർട്ടിൻ നടത്തുന്ന ആ ലോട്ടറി കച്ചവടം ഉണ്ടാക്കുന്ന റവന്യൂ നഷ്ടത്തെക്കുറിച്ച് പറയാനാണ് യഥാർത്ഥത്തിൽ സുരേഷ് കുമാർ അദ്ദേഹത്തെ കാണാൻ ചെന്നത്. പക്ഷെ സുരേഷ് കുമാർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അച്യുതാനന്ദൻ ചോദിച്ചത് ലോട്ടറി എടുക്കുന്ന ആളുകളുടെ ദുരവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. അങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. കരുനാഗപ്പള്ളിയിൽ ഒരു കുടുംബം ആത്മഹത്യ ചെയ്തിരുന്നു. കട്ടിലിന്റെ അടിയിൽ ആത്മഹത്യ ചെയ്ത ആ വീട്ടുടമസ്ഥൻ എടുത്ത ലോട്ടറികളുടെ വൻ ശേഖരമുണ്ടായിരുന്നു. ലോട്ടറി എടുത്തെടുത്ത് കടക്കാരനായി അവസാനം ആത്മഹത്യയിൽ അഭയം പ്രാപിച്ച ആ വ്യക്തിയുടെ കഥ പത്രങ്ങളിൽ വായിച്ചതിന്റെ ഓർമ്മ വി എസിനുണ്ട്. വി എസ് ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് സുരേഷ് കുമാറിനോട് സംസാരിച്ചത്. വി എസിനോട് സുരേഷ് അങ്ങോളം ഇങ്ങോളുമുള്ള ആളുകൾ ലോട്ടറി എടുത്തെടുത്ത് കടക്കാരാകുന്ന പുതിയ കെണിയെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിച്ചു. അതുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദൻ ലോട്ടറി മാഫിയക്കെതിരായി ഒരു ഒറ്റയാൾ പോരാട്ടമായി രംഗത്തിറങ്ങിയത്. ആ സമയത്ത് എല്ലാ മേഖലയിൽ നിന്നും ഒരു എതിർപ്പ് വി എസിനുണ്ടായി. കാരണം അച്യുതാനന്ദൻ എതിർക്കുന്നത് വൻതോതിൽ പണം വാരി വിതറുന്ന ഒരാളെയാണ്. ആ ആളിന്റെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ പണം സംഭാവനയായിട്ട് പാർട്ടിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിലെ ആളുകൾ അച്യുതാനന്ദന്റെ ആ സമരത്തിന് എതിരായിരുന്നു. പക്ഷെ അച്യുതാനന്ദന് വളരെ വ്യക്തമായ ഒരു വീക്ഷണമുണ്ട്. ഇവിടെ ഈ കെണിയിൽ കേരളത്തിലെ സാധാരണ ആളുകളെ പെടുത്തുകയാണ് സാന്റിയാഗോ മാർട്ടിൻ ചെയ്യുന്നത്. നമ്മുടെ കേരള ലോട്ടറി ചെറിയ ഒരു സംഖ്യയാണ്. പക്ഷെ ഈ സാന്റിയാഗോയുടെ പരിപാടി ഒരു ചൂതുകളിക്ക് സമാന സ്വഭാവത്തിലുള്ള ഒരു ലോട്ടറിയാണ്. അതൊരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. അതിനെതിരെ അതിശക്തമായി പോരാടിയ വി എസ് എല്ലാ നിയമങ്ങളും ഉപയോഗിച്ച് കോടതികളിലൂടെ സാന്റിയാഗോക്കെതിരെ ഓർഡർ വാങ്ങിക്കുകയും ചെയ്തു. വി എസ് വെറുതെ പറയുകയല്ല, അതിനുവേണ്ടി ആക്ട് ചെയ്യും. താൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കാനായി കോടതിയെ സമീപിക്കുന്ന ആ ശൈലി മറ്റ് രാഷ്ട്രീയ നേതാക്കളും പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. ഇതേ സമയത്താണ് മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്. കേരളത്തിൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം അങ്ങനെ പടർന്ന് പന്തലിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാ കമ്പ്യൂട്ടറുകളുടെയും അടിസ്ഥാന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് ആണല്ലോ. ആ വിൻഡോസ് അടങ്ങിയ സിസ്റ്റം നമ്മൾ ഗവൺമെന്റ് സ്കൂളുകളിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലൈസൻസ്ഡ് വെർഷൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. 5000-ഓളം സ്കൂളുകളിൽ 50,000-ഓളം അല്ലെങ്കിൽ ലക്ഷത്തോളം കമ്പ്യൂട്ടറുകളിൽ വിൻഡോസിന്റെ ആ ലൈസൻസ്ഡ് വെർഷൻ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിക്ക് ലഭിക്കുക കോടിക്കണക്കിന് രൂപയാണ്. അതും വർഷങ്ങളോളം ലഭിച്ചുകൊണ്ടേയിരിക്കും. അതൊരു വൻ കുഴപ്പമാണ്. ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ അല്ലാതെ വേറെ സംഭവം ഉണ്ടെന്നുള്ള കാര്യം ബി എസിന്റെ ശ്രദ്ധയിൽ അധ്യാപക നേതാക്കൾ പെടുത്തിയപ്പോൾ ബി എസ് ആ സംഭവത്തോട് ഒന്നിച്ചു നിന്നു. അതാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ. ഇപ്പോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള എല്ലാ സ്കൂളുകളിലും പഠനത്തിന് ഉപയോഗിക്കുന്നത് ലിനക്സ് ബേസ് ചെയ്തുള്ള ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. വി എസ് അച്യുതാനന്ദൻ എന്ന വ്യക്തി അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ ഓരോ സ്കൂളിൽ നിന്നും മൈക്രോസോഫ്റ്റിന് കൃത്യമായും ലൈസൻസ് ഫീസ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരായനെ. ചില ആളുകളുടെ ചില സമയത്ത് ദീർഘവീക്ഷണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതേ അച്യുതാനന്ദൻ നേരത്തെ കമ്പ്യൂട്ടറിനെതിരെ പ്രതികരിച്ച വ്യക്തിയാണ്, സമരം നടത്തിയ വ്യക്തിയാണ്. പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ വി എസ് ഫ്രീ സോഫ്റ്റ്വെയറിന്റെ ആവശ്യകത നമ്മളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഈ ബോധ്യത്തോടെയാണ് അദ്ദേഹം 2006 അധികാരത്തിലേക്ക് എത്തുന്നത്. 96 ഇലക്ഷനിൽ തോൽപ്പിക്കപ്പെട്ട അച്യുതാനന്ദൻ 2006 മലമ്പുഴയിൽ നിന്നാണ് നിയമസഭയിൽ എത്തുന്നത്. മുഖ്യമന്ത്രി അച്യുതാനന്ദന്റെ ആ കാലഘട്ടത്തിൽ പല കാര്യങ്ങളും ഇവിടെ സംഭവിച്ചു. അതിലൊന്ന് അതുവരെയുള്ള IT നയങ്ങളിൽ നിന്നുള്ള ഒരു വ്യതിയാനമാണ്. ടെക്നോ പാർക്ക് എന്ന IT കേന്ദ്രത്തിലേക്ക് മുഴുവൻ ബിസിനസ്സും കേന്ദ്രീകരിക്കുന്നതിന്റെ അപകടം തിരിച്ചറിഞ്ഞ അച്യുതാനന്ദൻ കേരളം ഒരു IT നഗരമായി കണ്ടുകൊണ്ട് അതിനാവശ്യമായ നടപടികളിലേക്ക് കടന്നു. ശരിക്കും നാളെ വി എസ് അച്യുതാനന്ദനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന IT പാർക്കുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അച്യുതാനന്ദൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ ടെക്നോ പാർക്ക് എന്ന ഒറ്റ സംവിധാനത്തിലൂടെ നമ്മുടെ IT വികസനം ഒതുങ്ങിപ്പോയിന്. ഒരു നഗരത്തെ മാത്രം ബേസ് ചെയ്യുന്ന IT അല്ല കേരളത്തിൽ വേണ്ടതെന്നും കേരളത്തിലെ എല്ലായിടത്തും ITക്ക് വളരാൻ പറ്റുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള ഒരു വിശ്വാസം അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിന്റെ റിസൾട്ട് ഇന്ന് അങ്ങോളം ഇങ്ങോളം കാണുന്ന IT പാർക്കുകളിലൂടെ നമുക്ക് കാണാം. ഇതേ കാലഘട്ടത്തിൽ തന്നെ അച്യുതാനന്ദൻ കൂടംകുളം പദ്ധതിക്കെതിരായിട്ടും ഒന്ന് പോരാടിയിരുന്നു. ആണവ വൈദ്യുതി അപകടമാണെന്നുള്ള ഒരു ധാരണ അച്യുതാനന്ദന്റെ മനസ്സിലേക്ക് ആരൊക്കെയോ കൊടുത്തതിന്റെ ഫലമായിട്ടാണ് അച്യുതാനന്ദൻ അങ്ങനെ എതിരിട്ടത്. ശരിക്കും അത് വി എസിനെ പറഞ്ഞു പറ്റിച്ചാണെന്ന് പറയാം. ശരിക്കും ലോകത്തെ ഏറ്റവും ലാഭകരവും സേഫ്റ്റി ഉള്ളതുമായ വൈദ്യുതി പദ്ധതിയാണ് ആണവ പദ്ധതി എന്നുള്ള കാര്യം വി എസിനെ ബോധ്യപ്പെടുത്താൻ ആളുകൾക്ക് പറ്റിയില്ല. വി എസ് അന്നും ഇന്നും കരുതുന്നത് ആണവ പദ്ധതി കുഴപ്പം പിടിച്ചാണെന്നാണ്. 2 അപകടങ്ങളാണ് നമ്മുടെ അറിവിൽ ലോകത്ത് ആകെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ളത്. എന്നാൽ മറ്റ് സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ച് ഒരുപാട് ദൂഷ്യങ്ങൾ ഉണ്ട് താൻ. അച്യുതാനന്ദൻ എതിർക്കാൻ തീരുമാനിച്ചാൽ എതിർത്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് കൂടംകുളം വൈദ്യുത പദ്ധതിയുടെ എതിർപ്പിനെ കാണാം. അച്യുതാനന്ദന്റെ ആ 5 കൊല്ലത്തെ ഭരണത്തിൽ നമ്മൾ എല്ലാവരും ഓർക്കുന്നത് മൂന്നാറുമായി ബന്ധിപ്പിച്ച ഒരു വിഷയമാണ്. മൂന്നാർ ഇടുക്കി ജില്ലയുടെ ഭാഗമാണല്ലോ. അന്ന് ഇടുക്കിയുടെ
കളക്ടർ രാജു നാരായണസ്വാമിയാണ്. രാജു നാരായണസ്വാമി കളക്ടറായിരിക്കുന്ന ആ സമയത്ത് അച്യുതാനന്ദൻ ഒരു പണപ്പുറപ്പാട് ശരിക്കും മൂന്നാറിലേക്ക് നടത്തി. അച്യുതാനന്ദന്റെ വിശ്വസ്തനായ സുരേഷ് കുമാർ IAS മുന്നിൽ നിർത്തിക്കൊണ്ട് ഋഷിരാജ് സിംഗ് IPS കളക്ടർ രാജു നാരായണസ്വാമിയും ചേർത്ത് ഒരു 3 അംഗ സേന, ആ 3 അംഗ സേന മൂന്നാറിലേക്ക് ചെന്നത് വൻ സംവിധാനങ്ങളുമായിട്ടാണ്. അവരവിടെ ഒറ്റ ആഴ്ച കൊണ്ട് അനവധി റിസോർട്ടുകൾ പൊളിച്ചു, അനവധി സ്വകാര്യ സംവിധാനങ്ങളൊക്കെ പൊളിച്ചു മാറ്റി. അങ്ങനെ പൊളിച്ച് അവർ അവസാനം CPIയുടെ പാർട്ടി ഓഫീസ് പൊളിക്കുന്ന ഘട്ടത്തിലെത്തിയതും CPIയുടെയും CPMന്റെയും നേതാക്കൾ പരസ്യമായി VS എതിരെ തിരിഞ്ഞു. എന്റെ ശവത്തെ ചവിട്ടി മാത്രമേ പാർട്ടി ഓഫീസുകൾ പൊളിക്കാൻ കഴിയൂ പറഞ്ഞുകൊണ്ട് MM മണി ശക്തമായി VSനെതിരെ തിരിയുന്നത് ഈ ഘട്ടത്തിലാണ്. MM മണിയുടെ ശക്തമായ എതിർപ്പിനൊപ്പം തന്നെ CPIയുടെയും CPMന്റെയും നേതാക്കളുടെ അതിശക്തമായ എതിർപ്പുണ്ടായി. പാർട്ടിയുടെ ഓഫീസുകൾ പൊളിക്കാൻ പാർട്ടി മുഖ്യമന്ത്രി തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ അതിനു മുമ്പ് കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്തതാണ്. താൻ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഏത് അളവ് വരെയും പോകാനുള്ള ഒരു ചങ്കുറപ്പ് ഈ കാലഘട്ടത്തിൽ VS നേടിയിരുന്നത് കൊണ്ടാണ് അത്തരത്തിലൊരു ആക്ടിവിറ്റി നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെ മൂന്നാർ വൻതോതിൽ വ്യവഹരിക്കപ്പെടുകയാണ്. ആ മൂന്നാർ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നാളെ മൂന്നാർ വെറും ഒരു ചരമസ്ഥലമായി മാറുമെന്നുള്ള ഒരു വിശ്വാസം VSനുണ്ട്. ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. നമുക്ക് ഏത് സ്ഥലവും ഉപയോഗിക്കാം, അതിനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ആ ഒരു കാഴ്ചപ്പാടാണ് VSനുള്ളത്. അത് വയലുകൾ വെട്ടിനിർത്തുമ്പോഴും പ്ലാച്ചിമടയിലെ ആ വെള്ള ദുരുപയോഗത്തിനെതിരെയുള്ള സമരമാകുമ്പോഴും മതികെട്ടാനിലെയും അതുപോലെ മറയൂരിലാണെങ്കിലും VS ആ ശൈലിയിലാ പ്രതികരിക്കുക. ഏത് സ്ഥലത്തിനും അതിൻ്റെതായ പ്രത്യേകതകളും അതിൻ്റെതായ ആളുകളുമുണ്ട്. അവരുടെ ആവാസ വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഒരു തീരുമാനവും ഒരു നടപടിയും ശരിയല്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് VS മൂന്നാറിലേക്ക് ആ 3 അംഗ സംഘത്തെ അയച്ചത്. ആ 3 അംഗ സംഘത്തെ കളിയാക്കിക്കൊണ്ട് ആളുകൾ 3 കോട്ടിട്ട പൂച്ചകൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ VS അതിന് കൊടുത്ത മറുപടി, പൂച്ച ഏതാണെങ്കിലും എന്താ, എലിയെ പിടിച്ചാൽ പോരെയെന്നാണ്. ശരിക്കും വളരെ സംഘർഷഭരിതമായ ഒരു സിറ്റുവേഷൻ പാർട്ടിയും സർക്കാരും തമ്മിൽ ഉടലെടുത്തെങ്കിലും അവസാനം VS ആ പദ്ധതി പകുതി വഴിക്ക് ഉപേക്ഷിച്ച് ആ 3 അംഗ സേനയെ പിൻവലിക്കാൻ നിർബന്ധിതരായി. അത് VS അച്യുതാനന്ദന്റെ പരാജയമായിട്ട് കാണാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഇല്ല. VS അവിടെ കൊളുത്തിയത് ഒരു തിരിയാണ്. മൂന്നാറ് സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകത സൂചിപ്പിച്ചുകൊണ്ട് അധികം കൊളുത്തി ആ തിരി അങ്ങനെ അണയാതെ നിൽക്കുക തന്നെയാണ്. ഇതേ ശൈലിയിൽ പല ആക്ടിവിറ്റീസും അദ്ദേഹത്തിന്റെ ആ 5 വർഷത്തെ ഭരണത്തിലുണ്ടായി. ഈ സമയത്താണ് കോൺഗ്രസിൽ ഒരു നവീകരണം നടക്കുന്നത്. ജനശ്രീ പോലുള്ള മൂവ്മെന്റ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാവുകയും പഞ്ചായത്ത് ഇലക്ഷനിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തു. കേരളത്തിലെ ഒട്ടുമുക്കാൽ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും അതുപോലെ മുനിസിപ്പാലിറ്റികളും കോൺഗ്രസ് മുന്നണിയുടെ കീഴിലേക്ക് ആദ്യമായി വന്നത് അന്നത്തെ ആ ഇലക്ഷനിലാണ്. VS ആണ് മുഖ്യമന്ത്രി. അത് കഴിഞ്ഞ് ലോക്സഭ ഇലക്ഷനും കോൺഗ്രസ് തൂത്തുവാരി. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഉള്ളിൽ ഒരു അധികാരം മോഹം പലർക്കും ഉണ്ടാവുകയാണ്. രമേശ് ചെന്നിത്തല ഒരു ഭാഗത്തും ഉമ്മൻചാണ്ടി മറുഭാഗത്തും. അവർ രണ്ടുപേരും സ്ഥാനാർത്ഥി നിർണയ സമയത്ത് പരസ്പരം വെട്ടാൻ അതിശക്തമായി ശ്രമിച്ചതിന്റെ ഫലമായിട്ട് വെറും ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നത്. ശരിക്കും VS അച്യുതാനന്ദന് അതൊരു ലോട്ടറി ആണെന്ന് പറയാം. വൻ വ്യത്യാസത്തിൽ UDF അധികാരത്തിൽ വരേണ്ട ഒരു സമയമായിരുന്നു. പക്ഷെ അതല്ല സംഭവിച്ചത്. പക്ഷെ അത് VSന്റെ ഒരു ഭാഗ്യം കൂടി ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരുപാട് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉമ്മൻചാണ്ടി സർക്കാർ തുടക്കം കുറിച്ചിരുന്നു. കണ്ണൂർ വിമാനത്താവളവും വിഴിഞ്ഞം പദ്ധതിയും അതുപോലെ കൊച്ചി മെട്രോയും സ്മാർട്ട് സിറ്റി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും. ഈ കാര്യങ്ങളുടെ കൂട്ടത്തിൽ കോവളം കൊട്ടാരമൊക്കെ പെടും. ഇവിടെയെല്ലാം വൻ അഴിമതി ആരോപണങ്ങളുമായി VS നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്താണ് സരിതയുമായി ബന്ധിപ്പിച്ച് സോളാർ വിഷയം ഉണ്ടാകുന്നത്. സരിതയുടെ ചെയ്തികളോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഒരു സംരംഭക എന്ന നിലയിൽ കേരളത്തിൽ സംരംഭകത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ആ വ്യക്തിക്ക് സ്വന്തം ശരീരം തന്നെ പലർക്കും വേണ്ടി കാഴ്ചവെക്കേണ്ടി വന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ VS സരിതയ്ക്കൊപ്പം നിൽക്കുകയായിരുന്നു. അതാണ് ആ സോളാർ വിഷയത്തിൽ മുന്നിൽ നിൽക്കാൻ VSനെ പ്രേരിപ്പിച്ച ഘടകം. സ്ത്രീകളോടുള്ള VSന്റെ ആ ഒരു രീതി നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത്. അതിനു മുമ്പ് സൂര്യനെല്ലി കേസിലും അതുപോലുള്ള സമാന കേസുകളിലൊക്കെ നമ്മൾ കണ്ടു. കിളിരൂരും കവിയൂർ കേസുകളിലൊക്കെ VS അതിശക്തമായി പീഡിപ്പിക്കപ്പെട്ട ആ കുട്ടികൾക്ക് വേണ്ടി നിന്നത് നമ്മൾ ഓർക്കുന്ന കാര്യമാണ്. ഒരുപാട് സംഭവ വികാസങ്ങൾ അതുമായി ബന്ധിപ്പിച്ചുണ്ട്. ഈ സംഭവങ്ങളിലൊക്കെ അതിശക്തമായി പ്രതികരിച്ചിരുന്ന VS അച്യുതാനന്ദൻ സരിതയ്ക്കൊപ്പം നിന്നതിൽ അതുകൊണ്ട് തന്നെ അതിശയോക്തിയില്ല. എന്തായാലും ആ സംഭവത്തിൽ ഒരു ദുഷ്പേര് VS അച്യുതാനന്ദൻ ഉണ്ടായി. അത് നിയമസഭയ്ക്ക് ഉള്ളിലാണ്. ഉമ്മൻചാണ്ടിയുടെ ഫാമിലിയെ വ്യക്തിപരമായി ആക്ഷേപിച്ച് VS സംസാരിച്ചത് നമ്മളെല്ലാവരെയും കണ്ടതാണ്. VSനെ പോലുള്ള ഒരാളുടെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത ശൈലിയിലുള്ള ഒരു ആക്രമണമാണ് അന്ന്
ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനെതിരെ വി എസ് അന്ന് നിയമസഭയ്ക്കുള്ളിൽ നടത്തിയത്. സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന വി എസ് അച്യുതാനന്ദൻ സ്ത്രീകളെ ചൂണ്ടി ആ ശൈലിയിൽ ആക്ഷേപകരമായി സംസാരിച്ചത് എത്ര കാലം കഴിഞ്ഞാലും വി എസിനെതിരായ ഒരു കറുത്ത മാർക്കായി നിലകൊള്ളുക തന്നെ ചെയ്യും. പലപ്പോഴും പലരും അത് എടുത്തു പറയാറുണ്ട്. ഈ കാലഘട്ടത്തിൽ മറ്റു പല കാര്യങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. പാർട്ടിയിൽ നിന്ന് വി എസ് അച്യുതാനന്ദൻ പതുക്കെ ഒഴിവാക്കപ്പെടുകയാണ്. പല സമ്മേളനങ്ങളിലും വി എസിനൊപ്പം നിന്ന ആളുകളെ വെട്ടിനിരത്തുന്ന ഒരു സമീപനത്തിലേക്ക് പാർട്ടിയുടെ മുഖ്യധാര പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കിയ പിണറായി വിജയനും ടീമിനും പറ്റിയിട്ടുണ്ട്. ഓരോ സമ്മേളനങ്ങൾ കഴിയും തോറും വി എസിന് പാർട്ടിയിലുള്ള സ്വാധീനം കുറഞ്ഞു വരികയായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ബാധിക്കുന്ന ഒരു സംഭവമല്ല എന്ന് 2016 ഇലക്ഷൻ സമയത്ത് വി എസ് തെളിയിക്കുകയും ചെയ്തു. 2011 വി എസിന് സീറ്റ് നിഷേധിച്ചപ്പോൾ കേരളം മുഴുവൻ നിരത്തിലിറങ്ങി വി എസിന് സീറ്റ് വാങ്ങിച്ചു കൊടുത്ത കഥ ഓർമ്മയുള്ള ആളുകൾക്ക് 2016 വി എസിന് അതുകൊണ്ട് തന്നെ സീറ്റ് കിട്ടിയതിൽ അതിശയം തോന്നിയില്ല. വി എസ് അച്യുതാനന്ദൻ പിണറായി സർക്കാരിന്റെ ആ കാലഘട്ടത്തിൽ പിണറായിക്കൊപ്പം നിന്നു എന്നുള്ളതാണ് സത്യം. പിണറായിയെ എതിർക്കാൻ കഴിയുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും നിശബ്ദത പാലിക്കാൻ വി എസ് നിർബന്ധിതനായി. പക്ഷെ അപ്പോഴും ലാവ്ലിൻ കേസിൽ ഒരു നിർണായകമായ ഡയലോഗ് വി എസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പിണറായിക്ക് അനുകൂലമായി ഒരു കോടതി വിധി ഉണ്ടായപ്പോൾ അച്യുതാനന്ദൻ പറഞ്ഞ ഒരു ഡയലോഗുണ്ട്: ഈ കോടതി വിധിയെ ഞാൻ ബഹുമാനിക്കുന്നു. ഈ കോടതി വിധിക്കെതിരായി വേറൊരു കോടതി വിധി ഉണ്ടായാൽ അതിനെ ഞാൻ ബഹുമാനിക്കും. ആ ഡയലോഗിൽ എല്ലാം ഉണ്ട്. പിണറായിക്ക് അനുകൂലമായി കോടതി പറഞ്ഞാൽ കോടതി പറയുന്നത് ശരിയാണെന്ന് ഞാൻ പറയും. പിണറായിക്ക് എതിരായി കോടതി പറഞ്ഞാൽ അതും ശരിയാണെന്നേ ഞാൻ പറയും എന്ന് വി എസ് പറയുമ്പോൾ വി എസ് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്: ലാവ്ലിൻ കേസിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 1980 വൃന്ദ കാരാട്ട് കേരളത്തിൽ എത്തിയപ്പോൾ വി എസ് അച്യുതാനന്ദനെ കണ്ടു. അന്ന് വി എസ് പല കാര്യങ്ങളും സംസാരിച്ച കൂട്ടത്തിൽ വൃന്ദയ്ക്ക് ഒരു ഉപദേശം കൊടുത്തു: മലയാളം പഠിക്കാൻ. 45 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആ ഉപദേശം വി എസ് അച്യുതാനന്ദൻ വൃന്ദ കാരാട്ടിന് കൊടുക്കുന്നത്. ശരിക്കും ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷനുള്ള വ്യക്തിയാണ് വി എസ് എന്ന് നമ്മൾ പറയാതെ പറഞ്ഞു പോകുന്നത്. ആ കാര്യം ആലോചിക്കുമ്പോഴാണ് ഇന്ത്യയിൽ മലയാളം സംസാരിക്കുന്ന ആളുകൾക്ക് ഉള്ളിലേക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒതുങ്ങിപ്പോകുമെന്ന് ഒരു ദീർഘവീക്ഷണം 80-ലെ വി എസിന് ഉണ്ടായിരുന്നു എന്നൊരു സംശയം ഇപ്പോൾ നമുക്ക് തോന്നുന്നില്ലേ? വി എസിന്റെ ആ ദീർഘവീക്ഷണത്തെ നമിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ഒരു വീഡിയോ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അത് ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള വീഡിയോ ആണ്. രണ്ടും ഒന്ന് കണ്ടു നോക്കുക. ഈ രണ്ട് കഥകളും നിങ്ങളോട് സൂചിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.